അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും. 2025 ജൂൺ UGC നെറ്റ് അറബിക് പരീക്ഷാ പേപ്പറിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ വിശകലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 116ാമത്തെ ചോദ്യം, റായിദും മിൻ റുവാദിൻ നഥ്രി ശഅരി ഫിൽ അദബിൽ അറബിൽ ഹദീസ്. മോഡേൺ അറബിക് ലിറ്ററേച്ചറിൻ്റെ അന്നസുർ ശഅരി എന്ന് പറയുന്ന പ്രത്യേക ശൈലിയുടെ പ്രചാരകനായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അന്നസുർ ശഅരി കവിതാ ശൈലിയിലുള്ള ഗദ്യം, കവിതയും ഗദ്യത്തിൻ്റെയും ഇടയിലുള്ള രണ്ടും കൂടിച്ചേർന്നിട്ടുള്ള ഒരു പോയിൻ്റാണ്, ഒരു രൂപമാണ് അന്നസുർ ശഅരി എന്ന് വിളിക്കപ്പെടുന്നത്. അതിനെ ഖസീദത്തുൻ നസ്ർ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അശ്ശഅറുൽ മൻസൂർ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അന്നസുർ ശഅരി ഇങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രചാരകനായിട്ട് വിളിക്കപ്പെടുന്ന ആളാരാണ് താഴെ നൽകപ്പെട്ടവരിൽ എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം വരുന്നത് ജിബ്രാൻ ഖലീൽ ജിബ്രാനാണ്. ഓപ്ഷൻ 3 ശരിയായ ഉത്തരം. ജിബ്രാൻ്റെ കവിതകൾ ഖസീദയുടെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള കവിതകളായിരുന്നില്ല, മറിച്ച് ഗദ്യം പോലെ തോന്നിപ്പിക്കുന്ന പദ്യങ്ങളായിരുന്നു. അതിൻ്റെ ഒരു പൊയറ്റിക് ലാംഗ്വേജ്, പദ്യത്തിൻ്റെ ആ ഭാഷയും അതിൻ്റെ ആതിഫത്ത് ഖയാലുകളൊക്കെ ഉൾക്കൊണ്ടിട്ട് ഗദ്യ രൂപേണ എഴുതുന്നതായിരുന്നു അന്നസുർ ശഅരി എന്ന് പറയുന്നത്. ജിബ്രാൻ്റെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു അന്നസുർ ശഅരിയിലെ ജിബ്രാൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായി അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കിതാബു അന്നബി ദ പ്രൊഫറ്റ് എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് മലയാളത്തിലൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ട ജിബ്രാൻ്റെ ഗ്രന്ഥമാണ്. ഇത് ഒറിജിനലി അദ്ദേഹം എഴുതുന്നത് ഇംഗ്ലീഷിലാണ്. ദ പ്രൊഫറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇത് മുമ്പ് പല പരീക്ഷകളിൽ ചോദിക്കപ്പെട്ടിട്ടുണ്ട്, ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് ഏതായിരുന്നു. പിന്നീട് അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നസ്റു ശഅരിയിൽ രചിക്കപ്പെട്ടുള്ള ഗ്രന്ഥം. 1923 അദ്ദേഹം ഈ ഗ്രന്ഥം രചിക്കുന്നത്. ജിബ്രാനെ കുറിച്ചുള്ള ഒരു ചോദ്യം നമ്മൾ പരീക്ഷാ പേപ്പറിൽ പ്രതീക്ഷിക്കേണ്ടതാണ്. ജിബ്രാനെ കുറിച്ച് പറയുമ്പോൾ 1883 ജനിച്ച് 931 മരിക്കുന്നത്. റാബിത്തത്തുൽ ഖലമിയ, അദബുൽ മഹ്ജറിലെ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനമാണ് റാബിത്തത്തുൽ ഖലമിയ. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് റയീസായിട്ട് ജിബ്രാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ജിബ്രാൻ്റെ ധാരാളം ഗ്രന്ഥങ്ങൾ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതോടുകൂടെ തന്നെ ജിബ്രാൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അന്നബി. ഈ അന്നബി എന്നുള്ളത് ഏകദേശം 110 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷേക്സ്പിയർ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരൻ ജിബ്രാൻ ആണ് എന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. അശ്ശാഇറുൽ അക്സർ മബീഅൻ ബഅദ ഷേക്സ്പിയറിന് ശേഷം ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ ജിബ്രാൻ്റെ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 110ഓളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് അന്നബി എന്ന ഈ ഗ്രന്ഥം. അത് അന്നസുർ ശഅരിയിലാണ്. സമാനമായ ഗ്രന്ഥങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് ധാരാളമുണ്ട്. അപ്പോൾ ഈ ഒരു കലാരൂപത്തിൻ്റെ റായിദായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ജിബ്രാൻ ഖലീൽ ജിബ്രാനാണ്. പിന്നെ നമ്മുടെ ഓപ്ഷനിൽ വന്നിട്ടുള്ള ആളുകൾ റഷീദ് സലീം അൽ ഖൂരി, മിഷേൽ മാലൂഫ്, രണ്ടുപേരും അൽ അസബത്തുൽ ഉന്ദുലുസിയയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. റഷീദ് സലീം അൽ ഖൂരിയും മിഷേൽ മാലൂഫായിരുന്നു റഈസുൽ ഔവൽ ലിൽ അസബൽ ഉന്ദുലുസിയ. അതിൻ്റെ 1ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു മിഷേൽ മാലൂഫ്. അതേസമയത്ത് റഷീദ് സലീം അൽ ഖൂരി റഈസു സാനി, 2ാമത്തെ റഈസായിരുന്നു റഷീദ് സലീം അൽ ഖൂരി. ഖൂരിയുടെ അദ്ദേഹത്തെ വിളിക്കപ്പെടുന്നത് ഷാഇറുൽ അറൂബ, അതായത് അറബി വൽക്കരണത്തിന് വേണ്ടിയിട്ടും അറബി ഭാഷക്കും കൗമിയത്തിനൊക്കെ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശബ്ദിച്ച ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഷാഇറുൽ അറൂബ. അഷാഇറുൽ ഖുറവി, ഗ്രാമീണ കവി എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. അഷാഇറുൽ ഖുറവി എന്നും റഷീദ് സലീം അൽ ഖൂരിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അഷാഇറുൽ ഖുറവി അദ്ദേഹം ബ്രസീലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട് ഖൈസർ സലീം അൽ ഖൂരി. ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ ഖൈസർ ഷാഇറുൽ ഖുറവി എന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ഷാഇറുൽ മദനി എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. അഷാഇറുൽ മദനി, പട്ടണകവി. അഷാഇറുൽ മദനി എന്ന വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സഹോദരനാണ് അഹുഹു ഖൈസർ സലീം അൽ ഖൂരി. അപ്പോൾ ഇതാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ആൾ. മിഷേൽ മാലൂഫ് നമ്മൾ അറിയുന്ന ആളാണ്, ആസബത്തുൽ ഉന്ദുലുസിയുടെ സ്ഥാപകനാണ്. പിന്നെ വില്യം കാറ്റ്ഫ്ലിക്സ് അറബി സാഹിത്യത്തിൽ അത്ര കേട്ടുകേൾവിയില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അന്നസുർ ശഅരി എന്ന രൂപത്തെക്കുറിച്ചായിരുന്നു ചോദ്യം.
ഖസീദത്തുൽ ഹുർ അല്ലെങ്കിൽ ഷിഅറുൽ ഹുർ അത് മറ്റൊരു രൂപമാണ്. ഷിഅറുൽ ഹുർ, നാസുഖുൽ മലായിക, അബ്ദുൽ വഹാബുൽ ബയ്യാത്തി അവരൊക്കെ റായിദായിട്ടുള്ള സ്ഥാപകരായിട്ടുള്ള ഷിഅറുൽ ഹുർ അത് മറ്റൊന്നാണ്. അതിനെക്കുറിച്ച് പലപ്പോഴും ചോദ്യം വരാറുണ്ട്. ഈ ചോദ്യം അന്നസുറു ഷിഅരി എന്ന് പറയുന്ന ഈ ഒരു കലാരൂപത്തെക്കുറിച്ചാണ്. അടുത്ത ചോദ്യം, റത്തിബിൽ ഖുതബ അൽ മദ്കൂരീന അദ്ന, നൽകപ്പെട്ട 4 പ്രഭാഷകർ ഹസ്ബ തർത്തീബിൽ ഉഹൂദിൽ അദബിയ്യ, ഇവരുടെ സാഹിത്യ കാലഘട്ടം പരിഗണിച്ചുകൊണ്ട് ക്രമീകരിക്കാനാണ്. ഇവർ 4 പേരും 4 കാലഘട്ടങ്ങളിലുള്ള ആളുകളാണ്. എളുപ്പമാണ് നമുക്ക് ഇവരെ ക്രമീകരിക്കാൻ, പെട്ടെന്ന് മനസ്സിലാകും. അംർ ബിൻ മഅദി കരീബ്, ദാവൂദ് ബിൻ അലി, അലി ബിൻ അബി താലിബ്, സഹ്ബാൻ വായിൽ എന്നിവരാണ് 4 പേര്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. അംർ ബിൻ മഅദി കരീബ് അൽ ജാഹിലിയാണ്. ജാഹിലി കാലഘട്ടത്തിലെ പ്രഭാഷകനായിരുന്നു അംർ ബിൻ മഅദി കരീബ്. പിന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അൽ അസ്റുൽ ഇസ്ലാമി ഇസ്ലാമിക് പീരീഡിലെ ഖിലാഫത്ത് റാഷിദയിലെ 4ാമത്തെ ഭരണാധികാരിയായിരുന്നല്ലോ, അൽ അസ്റുൽ ഇസ്ലാമി. സഹ്ബാൻ വായിൽ സഹാബിയാണ്, നബിയെ കണ്ടിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് അദ്ദേഹം കൂടുതൽ തിളങ്ങുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും. അൽ അസ്റുൽ ഉമവി കാലഘട്ടത്തിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതും പ്രഭാഷകനായിട്ട് അറിയപ്പെടുന്നതും. അൽ അസ്റുൽ ഉമവി. ദാവൂദ് ബിൻ അലി അദ്ദേഹം അബ്ബാസി കാലഘട്ടത്തിലെ പ്രഭാഷകനായിരുന്നു. അബ്ബാസി ഭരണം സ്ഥാപിക്കുന്നതിലൊക്കെ പ്രധാനപ്പെട്ട പങ്കുള്ള ഒരാളായിരുന്നു ദാവൂദ് ബിൻ അലി അൽ അബ്ബാസി. അപ്പോൾ ഉത്തരം നമുക്ക് വ്യക്തമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അംർ ബിൻ മഅദി കരീബ് ബ ആണ് ഒന്നാമതായി വരേണ്ടത്, ബ ഒന്നാമതായി വരണം. പിന്നീട് ജീമ് ഓപ്ഷൻ വളരെ ബ ഒന്നാമതായി വരുന്ന ഒരേ ഓപ്ഷനുള്ളൂ. പിന്നീട് ജീമ് അലി റളിയല്ലാഹു അൻഹു, ദാല് സഹ്ബാൻ വായിൽ, അവസാനം ദാവൂദ് ബിൻ അലി. ജാഹിലി, ഇസ്ലാമി, ഉമവി, അബ്ബാസി എന്നുള്ള ക്രമത്തിൽ വരുന്ന സമയത്ത് ശരിയായ ഉത്തരം വരുന്നത് 2ആണ്. പിന്നെ ദാവൂദ് ബിൻ അലി എന്ന് പറയുന്ന ആൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം. അലി എന്ന് പറയുന്നത് അലി ബിൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, നബിയുടെ പിതൃവ്യനായ അമ്മായിരുന്ന അബ്ബാസ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ള എന്നവരുടെ മകനാണ് അലി എന്ന് പറയുന്ന ദാവൂദ് ബിൻ അലി എന്നവരുടെ പിതാവ്. അപ്പോൾ ഇദ്ദേഹമാണ് അബ്ബാസി ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിച്ച ആളാണ്. അവരുടെ ഒരു ഭരണാധികാരി, ഒരു ഗവർണർ ആയിരുന്നു, അമീറുൻ അബ്ബാസിയുൻ. അബ്ബാസി ഖിലാഫത്തിലെ അമീറായിരുന്നു അദ്ദേഹം. അൽ മദീന, മക്ക മദീന എന്ന 2 പ്രദേശങ്ങളുടെ വാലിയായിരുന്നു. മക്ക മദീനയുടെ വാലിയായിരുന്നു അദ്ദേഹം. അബ്ബാസി ഭരണകൂടത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള സഫാഹ്, ആദ്യത്തെ ഭരണാധികാരിയാണ്. അബ്ബാസി ഖിലാഫത്തിലെ ഖലീഫയാണ് സഫാഹ്. അതിനുശേഷം മൻസൂർ രണ്ടാമത്. ഇവർ 2 പേരുടെയും അമ്മാണ്, പിതൃവ്യൻ കൂടിയാണ്. അമ്മു സഫാഹ് വൽ മൻസൂർ, സഫാഹ് മൻസൂർ എന്നീ അബ്ബാസി ഖിലാഫത്തിൻ്റെ സ്ഥാപകരുടെ അമ്മ, പിതൃവ്യൻ കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ ഇതാണ് ദാവൂദ് ബിൻ അലി. അദ്ദേഹം പ്രഭാഷകനായിരുന്നു, അബ്ബാസി ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ്. പിന്നീട് അംർ ബിൻ മഅദി കരീബ് അദ്ദേഹം അൽ അസ്റുൽ ജാഹിലിയിലെ എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് ഫാരിസുൽ അറബ്. അദ്ദേഹം ഒരു പ്രഭാഷകൻ എന്നുള്ളതോട് കൂടെ തന്നെ അദ്ദേഹം ഒരു യോദ്ധാവ് എന്നുള്ള രീതിയിൽ കൂടി അറിയപ്പെട്ട ആളാണ്. ഫാരിസുൽ അറബ്, അറബികളുടെ കുതിര പടയാളിയായിരുന്നു ഫാരിസുൽ അറബ്. അസ്വംസാമ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അസ്വംസാമ, അദ്ദേഹത്തിൻ്റെ വാള് അസ്വംസാമ. സ്വംസാമ എന്ന് പറഞ്ഞാൽ വാള് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇദ്ദേഹം പ്രവാചകനെ കാണുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, സ്വഹാബിയായിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിൽ നിന്ന് പിൻവാങ്ങുകയും എന്നാൽ പിന്നീട് വീണ്ടും ഇസ്ലാമിലേക്ക് തന്നെ ചേരുകയും നഹാവന്ത് യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്ത അവസാനം ഫത്ഹു നഹാവന്ത് കീഴടക്കുന്ന യുദ്ധത്തിൽ അദ്ദേഹം അവസാനം ഷഹീദാവുകയാണ് ചെയ്തത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം. സഹ്ബാൻ വായിൽ ഉമവി കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രഭാഷകനാണ്. സഹ്ബാൻ വായിൽ സഹാബിയാണ്. ഹിജറ 54 സഹ്ബാൻ വായിൽ എന്നവരുടെ വഫാത്ത് വരുന്നത്. അറബിയിൽ ഒരു ചൊല്ലന്നെ ഉണ്ട്, അഫ്സഹു മിൻ സഹ്ബാൻ വായിൽ. സഹ്ബാൻ വായിലിനേക്കാൾ ഫസീഹായ ആള് എന്ന് നന്നായിട്ട് സ്ഫുടതയോടുകൂടെ സംസാരിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ആളുകളെ പറയും. അഫ്സഹു മിൻ സഹ്ബാൻ,
സഹ്ബാനിനെ പോലെ അല്ലെങ്കിൽ സഹ്ബാൻ വായിലിനേക്കാളും ഫസീഹായ ഒരാൾ എന്ന് അറബിയിൽ ഒരു ചൊല്ലായിട്ട് പറയാറുണ്ട്. അഫ്സഹു മിൻ സഹ്ബാൻ എന്ന് വെച്ചാൽ ഒരാൾ നന്നായിട്ട് പ്രഭാഷണം നടത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അഫ്സഹു മിൻ സഹ്ബാൻ എന്ന് പ്രയോഗിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഖുതുബയുടെ പേരാണ് അൽ ഖുതുബത്തു ഷൗഹാ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഖുതുബയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു ഉമവി ഭരണാധികാരിയായിരുന്ന മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമായിരുന്നു അൽ ഖുതുബത്തു ഷൗഹാ എന്ന്. അഖ്തബുൽ അറബ്, അറബികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. മുആവിയ അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തി. മിന ളുഹുർ ഇലൽ അസ്ർ, ളുഹുർ തുടങ്ങി അസ്ർ വരെ അദ്ദേഹം പ്രഭാഷണം നടത്തിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് മാ തനഹ്നഹ, അതിനിടയിൽ ഒന്ന് തൊണ്ട അനക്കുകയോ ഒരു കൊരക്കുകയോ പിന്നെ അദ്ദേഹം ആവർത്തിച്ച വാക്കുകൾ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുകയോ അല്ലെങ്കിൽ ആ സംസാരത്തിനിടയിൽ ഒരു അഭംഗിയും വരാത്ത രീതിയിൽ അദ്ദേഹം ദീർഘമായ സമയം പ്രഭാഷണം നടത്തി. അതിനുശേഷം മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു അന്ത അഖ്തബുൽ അറബ്, നിങ്ങളാണ് എങ്കിൽ അറബികളുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ച പ്രഭാഷകൻ. അന്ത അഖ്തബുൽ അറബ് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വിട്ടുകൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു ബൽ വൽ ആജമി വൽ ജിന്നി വൽ ഇൻസ്, അറബികളിൽ നിന്ന് മാത്രം വെച്ച് തന്നെ വില കുറച്ച് കാണിക്കരുത്. വൽ ആജം വൽ ജിൻ വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും അനറബികളിലും വരെ മികച്ച പ്രഭാഷകൻ ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹം ഏറ്റുപറയുകയും ചെയ്തു. ഇതാണ് സഹ്ബാൻ വായിലിനെ കുറിച്ച് പറയാനുള്ളത്. 118ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. റത്തിബ് ശുഅറാ അൽ മുവശഹാത്ത് ഫിൽ അഹ്ദിൽ അന്ദുലുസി, അന്ദുലുസിലുള്ള സ്പെയിനിൽ ഉണ്ടായിരുന്ന കവിതയുടെ രൂപമായിരുന്നു മുവശഹാത്ത്. അത് ഈ കവികളാണ് 4 പേരെ കൊടുത്തിട്ടുണ്ട്. അവരെ ക്രമീകരിക്കാൻ, അവരുടെ കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇബ്നുൽ ഖത്തീബ്, ലിസാനുദ്ദീൻ ഇബ്നുൽ ഖത്തീബാണ് ഒന്ന്. അബൂബക്കർ ബിൻ സുഹർ, മുഖദ്ദം ബിൻ മുആഫിർ അൽ ഫരീരി, ഇബ്നു ബാജ, ഇവരെല്ലാവരും മുവശഹാത്ത് എഴുതിയിട്ടുള്ള കവികളാണ്. ഓക്കെ, ഈ ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു ആൻസർ, ഇതിലിപ്പോൾ നമുക്ക് അറിയാത്ത പല ആളുകളും അബൂബക്കർ ബിൻ സുഹർ അല്ലെങ്കിൽ ഇബ്നു ബാജയെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ഏത് കാലക്കാരാണെന്ന് അറിയില്ലെങ്കിൽ പോലും നമുക്ക് മുവശഹാത്തിന്റെ സ്ഥാപകൻ നമ്മൾ പഠിച്ചതാണ്. മുവശഹാത്തിന്റെ സ്ഥാപകൻ മുഖ്തരി മുഖദ്ദം ബിൻ മുആഫിർ ആണ്. ഇദ്ദേഹമാണ് മുഖ്തരി എന്ന് നമുക്കറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഇതിലെ തുടക്കക്കാരൻ. ഇവരൊക്കെ മുവശഹാത്ത് എഴുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതിലെ തുടക്കം കുറിച്ചത് മുഖദ്ദം ബിൻ മുആഫിർ ആണ്. അദ്ദേഹമായിരിക്കും ആദ്യത്തേത്. ജീം ആദ്യം വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ജീം ആദ്യം വരുന്ന ഓപ്ഷൻ 4. ഓക്കെ, പിന്നെ ലിസാനുദ്ദീൻ അൽ ഖത്തീബ് ഈ കൂട്ടത്തിലെ വളരെ ഫേമസ് ആയ ആളാണ്. ലിസാനുദ്ദീൻ അൽ ഖത്തീബ് അദ്ദേഹത്തിന്റെ ജാദക്കൽ ഗൈസ് എന്ന് പറയുന്ന ഒരു മുവശഹ ഉണ്ട്. ജാദക്കൽ ഗൈസ് എന്ന് പറയുന്ന ഒരു വരികൾ, അതും വളരെ പ്രസിദ്ധമായ ആളാണ്. അദ്ദേഹം വളരെ ഈ കൂട്ടത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് മുതഅഖിറായി വരുന്ന ആളാണ് ലിസാനുദ്ദീൻ അൽ ഖത്തീബ്. ഓക്കെ, ലിസാനുദ്ദീൻ അൽ ഖത്തീബ് 713 ജനിച്ച് 776 അദ്ദേഹത്തിന്റെ വഫാത്ത്. ഓക്കെ, ലിസാനുദ്ദീൻ അൽ ഖത്തീബ്. പിന്നെ അബൂബക്കർ ബിൻ സുഹർ 464 ജനിച്ച് ഹിജറ 557 വരെയാണ്. പിന്നെ മുഖദ്ദം ബിൻ മുആഫിർ അൽ ഫരീരി അദ്ദേഹം 225, ഏറ്റവും തുടക്കക്കാരൻ ഇദ്ദേഹമാണ്. ആദ്യം 299 വരെ മുഖദ്ദം. ഇബ്നു ബാജ 487, 533. ഓക്കെ, ഇതിൽ ആദ്യം മുഖദ്ദം ബിൻ മുആഫിയാണ് ഒബ്വിയസ്ലി. പിന്നീട് വരുന്നത് അബൂബക്കർ ബിൻ സുഹറാണ്, പിന്നീട് ഇബ്നു ബാജ. അപ്പോൾ സെക്കൻഡ് ബ വരണം, ദാല് ഇബ്നു ബാജ, ഏറ്റവും അവസാനം ലിസാനുദ്ദീൻ അൽ ഖത്തീബ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനുകൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരെ കുറിച്ചും കൃത്യമായ ധാരണ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉറപ്പുള്ള ഒരാളെ വെച്ചിട്ട് നമുക്ക് ശരിയായ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ഇവിടെ ലിസാനുദ്ദീൻ അൽ ഖത്തീബിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഒരാളാണ് നിർബന്ധമായിട്ടും. അപ്പോൾ അദ്ദേഹം ഈ കൂട്ടത്തിലെ ഏറ്റവും മുതഅഖിറാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവസാനം വരുന്ന ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, ഹംസ അവസാനം വരുന്ന ഒന്നേ ഉള്ളൂ. ഓക്കെ, ലിസാനുദ്ദീൻ ഇബ്നുൽ ഖത്തീബ് അദ്ദേഹം മുവശഹാത്ത് എഴുതിയ ആളുകളുടെ കൂട്ടത്തിലെ ഫേമസ് ആയ ആളാണ്. ദുൽ വസാറത്തൈൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ദുൽ വസാറത്തൈൻ, 2 മിനിസ്ട്രി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തിന്റെ മേഖലയിലും അദ്ദേഹം ഒരു മന്ത്രിയാണ്, അതേപോലെ തന്നെ ഭരണ മേഖലയിലും അദ്ദേഹം മന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ദുൽ വസാറത്തൈൻ എന്ന് അദ്ദേഹത്തിന് ലഖബ് നൽകാറുണ്ട്. അദ്ദേഹത്തിന്റെ ജാദക്കൽ ഗൈസ് എന്ന് പറയുന്ന മുവശഹ വളരെ ഫേമസ് ആണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് അൽ ഇഹാത്തതു ഫി അഖ്ബാരി ഗർനാത്ത. അൽ ഇഹാത്ത സ്പെയിനിലായിരുന്നു. അൽ ഇഹാത്തതു ഫി അഖ്ബാരി ഗർനാത്ത,
ഗ്രാനഡ സ്പെയിനിലെ പട്ടണമാണ് ഫി അഖ്ബാരി ഖർനാത്ത്. അതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അൽ ഇഹാത്ത എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ലിസാനുദ്ദീൻ ഇബ്നുൽ ഖത്തീബ്. പിന്നെ ബാക്കിയൊക്കെ സ്പെയിനിലുള്ള പണ്ഡിതന്മാർ തന്നെയാണ്. അടുത്ത ചോദ്യം 119ലേക്കാണ്. ദവ്വന റിഫാഅ ബക്റാഫി തുഹ്താവി. റിഫാഅ ബക്റാഫി തുഹ്താവി അദ്ദേഹം അസ്റുൻ നഹ്ളൽ അദബിയ്യൽ ഹദീസ, മോഡേൺ റിനസൻസ് പീരിയഡിലെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. ഫി തഖ്ലീസുൽ ഇബ്രീസ് ഫി തൽഖീസ് പാരീസ്. പാരീസിനെ കുറിച്ച് ഫ്രാൻസിൽ പോയി വന്നതിന് ശേഷം അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത് ബഅദ മുലാഹളാത്തിൽ മുസ്തശ്രിഖിൽ ഔറുബി. താഴെ കൊടുത്തിട്ടുള്ള 4 ഓറിയന്റലിസ്റ്റുകൾ, യൂറോപ്യൻ ഓറിയന്റലിസ്റ്റ് പണ്ഡിതന്മാരുണ്ട്. അവരുടെ നിരീക്ഷണങ്ങളാണ്. ആരുടെ നിരീക്ഷണങ്ങളാണ് എന്നുള്ളതാണ് ചോദ്യം. എന്ന് വെച്ചാൽ റിഫാഅ ബക്റാഫി തുഹ്താവി മുഹമ്മദ് അലി ബാഷ, ഈജിപ്ത് ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് അലി ബാഷയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഫ്രാൻസിലേക്ക് പോവുകയും അവിടുന്ന് വ്യത്യസ്ത അന്യഭാഷകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് മുഴുവൻ അറബിയിലേക്ക് കൊണ്ടുവരാനും വിവർത്തനം ചെയ്യാനും അറബിയെ പരിപോഷിപ്പിക്കാനും എന്നുള്ള ലക്ഷ്യത്തിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പോയി അവിടെ നിന്നും അദ്ദേഹം കണ്ടുമുട്ടിയ പ്രസിദ്ധനായ ഒരു ഓറിയന്റലിസ്റ്റ് എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൽ കൂടുതൽ ആകർഷണമാവുകയും സ്വാധീനിക്കുകയും അദ്ദേഹത്തിൻ്റെ പല നിരീക്ഷണങ്ങളും ക്രോഡീകരിച്ചിട്ടാണ് തഖ്ലീസുൽ ഇബ്രീസ് ഫി തൽഖീസ് പാരീസ് എന്ന് പറയുന്ന ഗ്രന്ഥം റിഫാഅ ബക്റാഫി തുഹ്താവി എഴുതിയിട്ടുള്ളത്. ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഓപ്ഷനിൽ ഫിലിപ്പ് കെഹിറ്റ് എന്ന് പറയുന്നത് പ്രസിദ്ധനായ ഒരു ഓറിയന്റലിസ്റ്റ് ആണ്. ഹിസ്റ്ററി ഓഫ് അറബ്സ് എഴുതിയിട്ടുള്ളത് ഫിലിപ്പ് കെഹിറ്റ് ആണ്, അദ്ദേഹമല്ല. പിന്നെയുള്ളത് സിൽവസ്ട്രെ ഡി സാസി, ഇത് ഫിലിപ്പ് കെഹിറ്റ് ആണ്. സിൽവസ്റ്റർ ഡി സാസി, ഉച്ചാരണം ഫ്രഞ്ച് ഭാഷയിലായിരിക്കും. പിന്നീട് ബെർണാഡ് ലെവിസ് ആണ് അവസാനം നൽകിയിട്ടുള്ള ആള്. ബെർണാഡ് ലെവിസിൻ്റെ ഇസ്ലാം ആൻഡ് ദ വെസ്റ്റ് എന്നുള്ള ഗ്രന്ഥം ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ഗ്രന്ഥം. പിന്നെ ഫിലിപ്പ് കെഹിറ്റിയുടെ ഹിസ്റ്ററി ഓഫ് അറബ്സ്. റിഫാഅ ബക്റാഫി തുഹ്താവി സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത് സിൽവസ്റ്റർ ഡി സാസി എന്ന് പറയുന്ന എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം അവിടെ കണ്ടുമുട്ടിയ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു സിൽവസ്റ്റർ ഡി സാസി. അദ്ദേഹത്തിൻ്റെ കൂടുതൽ നിരീക്ഷണങ്ങളും പിന്നെ കാഴ്ചപ്പാടുകളൊക്കെയാണ് തുഹ്താവിയെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന്. റിഫാഅ ബക്റാഫി തുഹ്താവിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഖായിദുൻ നഹ്ള അന്നഹ്ളൽ അറബിയൽ ഹദീസ, അതിൻ്റെ നേതാവായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് റിഫാഅ ബക്റാഫി തുഹ്താവിയാണ്. 1801 ജനിച്ച് 873 തുഹ്താവിയുടെ മരണം. മുഹമ്മദ് അലി ബാഷയാണ് അദ്ദേഹം ബിഅ്സ ഫറൻസിയ, ഫ്രാൻസിലേക്ക് അയച്ചിട്ടുള്ള പഠന സംഘത്തിലെ അംഗമായിരുന്നു. അതിൻ്റെ ലീഡർ കൂടിയായിരുന്നു തുഹ്താവി. പിന്നെ അദ്ദേഹം അയച്ചിരുന്നത് ലിദറാസത്തിൽ ലുഗാത്ത് വൽ ഉലൂമിൽ ഔറുബിയ, ഭാഷകൾ പഠിക്കാൻ, അന്യഭാഷകൾ പഠിക്കാൻ, വൽ ഉലൂമിൽ ഔറുബിയ, യൂറോപ്പിലുണ്ടായിരുന്ന മറ്റു വിജ്ഞാന ശാഖകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. ഇദ്ദേഹത്തിന് അന്ന് 24 വയസ്സായിരുന്നു ഫ്രാൻസിൽ പോകുന്ന സമയത്ത്. പിന്നെ അങ്ങനെ തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഈജിപ്തിലെ മദ്റസത്തുൽ അൽസുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അത് ധാരാളം കൃതികൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്യുകയും സാഹിത്യകാരന്മാർക്ക് വലിയ പ്രചോദനമാവുകയും ചെയ്തു. അൽ വഖാഇഉൽ മിസ്രിയ എന്ന് പറയുന്ന അറബിയിലെ ആദ്യത്തെ പത്രം, അൽ വഖാഇഉൽ മിസ്രിയ, ഇത് അറബിയിലായിട്ട് ആദ്യം പബ്ലിഷ് ചെയ്തത് തുഹ്താവിയാണ്. അൽ വഖാഇഉൽ മിസ്രിയ, അറബിയിൽ ആദ്യത്തെ പത്രം ഏതാണെന്ന് പലപ്പോഴും പല പരീക്ഷകളും ചോദിക്കാറുണ്ട്. അൽ വഖാഇഉൽ മിസ്രിയ ഇത് തുർക്കി ഭാഷയിലായിരുന്നു, കാരണം ഒട്ടോമൻ എംപയർ ആയിരുന്നു ആ ലോകം മൊത്തം അടക്കി ഭരിച്ചിരുന്ന ആ സമയത്ത്. അൽ വഖാഇഉൽ മിസ്രിയ നേരത്തെ ഉണ്ട്, പക്ഷേ അത് തുർക്കി ഭാഷയിലായിരുന്നു. എന്നാൽ അത് അറബി ഭാഷയിലേക്ക് മാറ്റിയിട്ട് അത് പുറത്തിറക്കിയത് തുഹ്താവിയുടെ സംഭാവനയായിരുന്നു. അപ്പോൾ തുഹ്താവിയുടെ ഈ ഗ്രന്ഥമാണ് തഖ്ലീസുൽ ഇബ്രീസ് ഫി തൽഖീസ് പാരീസ്. അൽ മുർഷിദുൽ അമീൻ അദ്ദേഹത്തിന് മറ്റൊരു ഗ്രന്ഥമാണ്. പിന്നെ പ്രവാചകന്റെ ജീവചരിത്രം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതൊക്കെ തുഹ്താവിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. 120ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോവിങ് ചെയ്യാനാണ്. ഇബ്നു മുഖഫനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്.
വുലിദ ഇബ്നുൽ മുഖഫഅ, ഇബ്നു മുഖഫഅ ജനിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഇബ്നുൽ മുഖഫഅ ജനിച്ചത്, അദ്ദേഹം ജനിച്ചത് ജൗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ജൗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നശഅ ബിൻ മുഖഫഅ, അദ്ദേഹം പിന്നീട് ജീവിച്ചു വളർന്നത് അദ്ദേഹം ബസറയിലാണ് ജീവിച്ചു വളർന്നത്. ഇസ്മു വാലിദ്, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ദാദവൈഹി എന്നാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് റോസ്ബ എന്നായിരുന്നു. ഇബ്നു മുഖഫഅ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേര് റോസ്ബ എന്നായിരുന്നു. റോസ്ബ ബിനു ദാദവൈഹി എന്നാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം പേര് മാറ്റിയിട്ടാണ് അബ്ദുല്ലാഹി ബിനുൽ മുഖഫഅ എന്ന് അദ്ദേഹത്തിന് പേര് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് നമ്മൾ പറഞ്ഞു ദാദവൈഹി എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവിന് ഭരണാധികാരി ഹജ്ജാജിൻ്റെ അടുത്തുനിന്ന് ചില ശിക്ഷകൾ ലഭിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കയ്യിന് ചില പരിക്കുകൾ പറ്റി, അങ്ങനെയാണ് മുഖഫഅ എന്നുള്ള ലഖബ് പിതാവിന് ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇബ്നുൽ മുഖഫഅ ഇത് ഖലീലുദ്ദീനയുടെ കോതറാണ്. 106 ജനിച്ച് 142 ഇബ്നുൽ മുഖഫഅയുടെ മരണം. അദ്ദേഹം മുഫക്കിറുൻ ഫാരിസിൻ, പേർഷ്യയിലുള്ള ജൗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഫാരിസ്, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പിന്നീട് അദ്ദേഹം ബസറയിലേക്ക് താമസം മാറുകയാണ് ചെയ്തത്. മുഫക്കിറുൻ ഫാരിസിയുൻ, അദീബുൻ എഴുത്തുകാരനൊക്കെയാണ് അദ്ദേഹം. ഫാരിസ്. പിന്നെ മജൂസി ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബൈ ബർത്ത് അദ്ദേഹം മജൂസി ആയിരുന്നു വിശ്വാസപ്രകാരം. പിന്നീട് ഇഅ്തനഖൽ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേര് റോസ്ബ ബിൻ ദാദവൈഹി എന്നാണ്. റോസ്ബ ഇദ്ദേഹത്തിൻ്റെ പേരും പിന്നെ ദാദവൈഹി ഉപ്പാൻ്റെ പേരും. പിന്നീട് അബ്ദുല്ലാഹി ബിൻ മുഖഫഅ എന്നറിയപ്പെട്ടു. അദ്ദേഹം പേര് മാറ്റി ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അബ്ദുള്ള എന്നാക്കി. പിന്നെ പിതാവിൻ്റെ പേര് ദാദവൈഹി എന്ന് മാറ്റി നമ്മൾ മുഖഫഅ എന്ന് കേൾക്കാൻ കാരണം അത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഒരു ബൈത്തുൽ മാലിൽ നിന്നും മോഷ്ടിച്ചു എന്നുള്ള പേരിൽ ഹജ്ജാജ് ശിക്ഷിക്കുകയും ആരോപിക്കുകയും അങ്ങനെ അതിൻ്റെ പേരിൽ ശിക്ഷ നൽകുകയും കയ്യിനെ അടിക്കുകയും ആ കയ്യെ വിരലുകൾക്കൊക്കെ വീർത്ത് വലുതായ സമയത്ത് മുഖഫഅ എന്ന അർത്ഥം, അൽ മുഖഫഅ എന്ന് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിന് ലഖബ് നൽകിയത് അൽ മുഖഫഅ എന്നാണ്. ഹജ്ജാജിൻ്റെ ഒരു ശിക്ഷാ നടപടി എന്നോണമാണ് മുഖഫഅ എന്ന് അദ്ദേഹത്തിന് പേര് ലഭിച്ചത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ജൗർ എന്ന് പറയുന്നത് ഫാരിസിൽ, നേരത്തെ പറഞ്ഞു ഫാരിസിലുള്ള പേർഷ്യയുടെ സ്ഥലമാണ്. ഫൈറോസാബാദ് എന്നാണ് ഇന്ന് അതിന് വിളിക്കപ്പെടുന്ന സ്ഥലം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഖലീലുദ്ദീന നമുക്കറിയാം. പിന്നെ അൽ അദബു സഗീർ, അൽ അദബുൽ കബീർ, അൽ അദബു സഗീർ, അൽ അദബുൽ കബീർ. അൽ അദബുൽ കബീർ എന്ന് പറഞ്ഞാൽ അസുൽത്താൻ വറഇയ്യ, രാജാവും പ്രജകളും തമ്മിലുള്ള ബന്ധമാണ് അതിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അൽ അദബു സഗീർ എന്നുള്ളതിൽ തഹ്ദീബുൻ നഫ്സ്, ആത്മിക സംസ്കരണത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അവസാനം ഇബ്നു മുഖഫഅ വധിക്കപ്പെടുകയാണ് ചെയ്തത്. ഇബ്നു മുഖഫഅ വധിക്കപ്പെടുകയാണ് ചെയ്തത്. സുഫിയാൻ ഇബ്നു മുആവിയ എന്ന ഭരണാധികാരിയുമായിട്ട് അദ്ദേഹം ഒരു വാലിയായിരുന്നു, അവരുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ സിന്ദീഖാണ്, ഇദ്ദേഹം മുസ്ലിമല്ല, മുസ്ലിമായിട്ട് പേര് വെച്ചിട്ട് ഇദ്ദേഹം ഇസ്ലാമിനെതിരെയുള്ള ശത്രുതാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് സുഫിയാൻ ഇബ്നു മുആവിയ ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെയാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. മൻ ഖാല ഫി ശുഅറാഇൽ മുഹാഫിളീൻ അല്ലദീന ജാഉ ബഅദൽ ബാറൂദി, ബാറൂദിക്ക് ശേഷം വന്നിട്ടുള്ള അശ്ശുഅറാഉൽ മുഹാഫിളീൻ, ക്ലാസിക്കൽ കവികൾ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അൽ മദ്രസത്തുൽ ബഅസ് വൽ ഇഹ്യാ എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നു അസ്ർ ഹദീസിൽ. മദ്രസത്തുൽ ബഅസ് വൽ ഇഹ്യാ, ബാറൂദിയാണ് അതിൻ്റെ സ്ഥാപകൻ. ബാറൂദിക്ക് ശേഷം ഈ മദ്രസത്തുൽ ബഅസ് വൽ ഇഹ്യായിൽ ധാരാളം കവികൾ ഉണ്ടായിരുന്നു. റുസാഫി, അഹ്മദ് ഷൗക്കിയുടെ ആദ്യകാലങ്ങളിൽ ഇവരൊക്കെ ഇതിൻ്റെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് പറയുകയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു നാഖിദിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വഇൻദനാ ശുഅറാ, നമ്മുടെ അടുത്ത് കുറേ കവികളുണ്ട്. വലാകിന്നഹും ലം യുജദ്ദിദു ഷൈഅൻ, ഒരു പുതുമയും അവർ കൊണ്ടുവന്നിട്ടില്ല. വലം യബ്തകിറു, പുതിയ ഒന്നും അവർ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. വലം യസ്തഹദിസു, ഒന്നും അവർ മോഡേണൈസ് ചെയ്തിട്ടില്ല. വഇന്നമ ഇക്തസബു ശഖ്സിയതഹും മിനൽ ഖദീം, അവർ പഴമയിൽ നിന്ന് നേരെ ആർജിക്കുക മാത്രമാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വസ്തഅറു മജ്ദഹുൽ ഫന്നി മിനൽ ഖുദമാ, അവരുടെ കലാപരമായ ഈ ഒരു ഔന്നിത്യം എന്ന് പറയുന്നത് പഴമക്കാരിൽ നിന്നും നേരെ കടമെടുത്ത കാര്യങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അശ്ശുഅറാഉൽ മുഹാഫിളീങ്ങളെ നന്നായി അറ്റാക്ക് ചെയ്തിട്ട് കടന്നാക്രമിക്കുന്ന ഈ ഒരു പ്രസ്താവന ആര് നടത്തിയതാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, തൗഫീഖുൽ ഹക്കീം ഒബ്വിയസ്ലി തൗഫീഖുൽ ഹക്കീം അല്ല, കാരണം അദ്ദേഹം ഒരു നഖ്ദിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട സംഭാവനകൾ ഇല്ല. തൗഫീഖുൽ ഹക്കീം റിവായ ഉണ്ട്, അദ്ദേഹത്തിന് മസ്രഹിയാത്ത് ഉണ്ട്. അദ്ദേഹം ഒരു നാഖിദായിട്ട് തൗഫീഖുൽ ഹക്കീം അറിയപ്പെടുന്നില്ല. അപ്പോൾ ഇതൊരു നാഖിദിൻ്റെ വർത്താനാണ്, തൗഫീഖുൽ ഹക്കീം അല്ല.
പിന്നെ ത്വാഹ ഹുസൈൻ അദ്ദേഹം ഒരു നാഖിദായിരുന്നു. അബ്ബാസ് മഹ്മൂദ് അക്കാദ് അവരും നാഖിദായിരുന്നു, രണ്ടുപേരും നാഖിദായിരുന്നു. പിന്നെ സലാമ മൂസ എന്ന് പറയുന്നത് ഈജിപ്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ തന്നെയാണ്. ഓക്കെ, എന്നാലും ഇതിൻ്റെ ശരിയായ ഉത്തരം ത്വാഹ ഹുസൈനാണ്. ത്വാഹ ഹുസൈനാണ് ശരിയായ ഉത്തരം. ത്വാഹ ഹുസൈൻ്റെ ഒരു ഗ്രന്ഥമുണ്ട് ഹാഫിൾ വ ഷൗക്കി. ഹാഫിൾ വ ഷൗക്കി എന്ന ഇവർ രണ്ടുപേരെയും നിരൂപിച്ചുകൊണ്ട് ത്വാഹ ഹുസൈൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് ഹാഫിൾ വ ഷൗക്കി. ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ഹാഫിളും ഷൗക്കിയും ഇവർ ഈ ഒരു നിലപാടുകാരായിരുന്ന ഹാഫിൾ, അദ്ദേഹത്തെക്കുറിച്ച് ത്വാഹ ഹുസൈൻ പറയുന്നത് അദ്ദേഹം മുഹാഫലത്ത് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിക്കൽ ലിറ്ററേച്ചറിനെ ഫോളോ ചെയ്യുന്നതിനെ തഖ്ലീദ് ചെയ്യുന്നതിൽ അമിതമായി അവലംബിച്ച ഒരാളായിരുന്നു. ഷൗക്കി കുറച്ചൊക്കെ തജ്ദീദ് ചെയ്ത ആളാണ്. ത്വാഹ ഹുസൈൻ തന്നെ ഖലീൽ മുത്രാനെ മദ്ഹ് ചെയ്തുകൊണ്ട് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, ഖലീൽ മുത്രാന് അദ്ദേഹം ഹാഫിൽ ഷൗക്കിയെ പോലെ അമിതമായി മുഹാഫലത്ത് അവലംബിച്ച ഒരാളല്ല, ഷൗക്കിയെ പോലെ അമിതമായി തജ്ദീദ് നടത്തിയ ഒരാളുമല്ല, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു വസീത്തയായിരുന്നു ഖലീൽ മുത്രാൻ എന്ന് ത്വാഹ ഹുസൈൻ പറയുന്നുണ്ട്. അപ്പോൾ ത്വാഹ ഹുസൈൻ എപ്പോഴും ഹാഫിൽ ഇബ്രാഹിമിനെ അദ്ദേഹത്തിൻ്റെ മുഹാഫലത്തിൻ്റെ വിഷയത്തിൽ എതിർക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കോട്ടിങ് പറഞ്ഞിട്ടുള്ളത് ത്വാഹ ഹുസൈൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ഓപ്ഷനിലുള്ളത് സലാമ മൂസയാണ്. സലാമ മൂസ 1887 മുതൽ 958 വരെയാണ്. അദ്ദേഹം ഈജിപ്തുകാരൻ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് നജീബ് മഹ്ഫൂസ്, നോബൽ പ്രൈസ് കിട്ടിയ നജീബ് മഹ്ഫൂസ് സലാമ മൂസയുടെ ശിഷ്യനാണ്. നജീബ് മഹ്ഫൂസിന് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആയ ഒരു അധ്യാപകനാണ് സലാമ മൂസ എന്നുള്ളത്. ഒരിക്കൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നജീബ് മഹ്ഫൂസിനോട് ഉസ്താദ് സലാമ മൂസ പറയുന്നുണ്ട്, ഇന്ദക മൗഹിബ കബീറ, താങ്കളുടെ അടുത്ത് വലിയ കഴിവുണ്ട്, വലാക്കിൻ്റെ മക്കാലാത്തിക്ക സയ്യിഅത്തുൻ, താങ്കളുടെ എഴുത്തുകൾ വളരെ മോശമാണ്, താങ്കളുടെ ലേഖനങ്ങളുടെ ഉള്ളടക്കങ്ങൾ വളരെ മോശമാണ്. അങ്ങനെയാണ് അദ്ദേഹം സാഹിത്യത്തിലേക്ക് മാറി കൂടുതലായിട്ട് സാഹിത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് സലാമ മൂസയുടേത്. പിന്നെ അബ്ബാസ് മഹ്മൂദ് അക്കാദ് നിരൂപകൻ തന്നെയാണ്. അദ്ദേഹം സ്വാഹിബുൽ മആരിക്കുൽ അദബിയ എന്ന് വിളിക്കപ്പെടുന്ന ആളാണ്. അൽ മആരിക്കുൽ അദബിയ എന്ന് വെച്ചാൽ ധാരാളം സാഹിത്യകാരന്മാരായിട്ട് സാഹിത്യ ഏറ്റുമുട്ടലുകൾ നടത്തിയ ആളാണ്. അൽ മആരിക് അൽ അദബിയ, സാഹിത്യ ഏറ്റുമുട്ടലുകൾ നടത്തിയ ആളാണ് അബ്ബാസ് മഹ്മൂദ് അക്കാദ്. എന്ന് വെച്ചാൽ അക്കാദും ഷൗക്കിയും തമ്മിൽ ഏറ്റുമുട്ടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഹിത്യപരമായ ഏറ്റുമുട്ടലുകളാണ്. അത് ഷെയറിൻ്റെ വിഷയത്തിൽ, ഷൗക്കിയുടെ ഷെയറിനെ തജ്ദീദ് ചെയ്യുന്ന വിഷയത്തിലാണ് അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ. അക്കാദ് ആണ് അറബിയിൽ ആദ്യമായിട്ട് റൊമാന്തിഖിയ പരിചയപ്പെടുത്തുന്ന ഒരാൾ. പിന്നെ അക്കാദും ത്വാഹ ഹുസൈനും തമ്മിലൊരു എതിർപ്പുണ്ടായിരുന്നു ഹൗല ഫൽസഫത്തി അബുൽ അലാ ഉൽ മാരിയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച്. അക്കാദും റാഫിഈ മുസ്തഫ സാദിഖ് റാഫി അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഫിക്രത്ത് ഇഅ്ജാസുൽ ഖുർആൻ്റെ മാനുഷികതയുമായി ബന്ധപ്പെട്ട് റാഫിയുടെ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഈ എതിർപ്പുകൾ രേഖപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിക്കുകയും ചെയ്ത ആളാണ് അബ്ബാസ് മഹ്മൂദ് അക്കാദ്. ഓക്കെ, അറബിയിലെ റൊമാൻസിയ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ ആൾ കൂടിയാണ് അബ്ബാസ് മഹ്മൂദ് അക്കാദ്. അദ്ദേഹം തഅസ്സറ ബിൽ അദബിൽ ഇൻജിലീസി, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് കൂടുതൽ, പ്രത്യേകിച്ചും ഷേക്സ്പിയറിലൊക്കെയാണ് കൂടുതൽ ആകർഷണമാവുകയും അത് അറബിയിലേക്ക് ഇംഗ്ലീഷിലെ റൊമാൻറ്റിക് മറ്റു സാഹിത്യ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്ത ആളാണ്. ഇദ്ദേഹവും പിന്നെ ഇബ്രാഹിം ഉൽമാസിനി അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ദിവാൻ എന്നുള്ള പ്രസ്ഥാനം, പിന്നെ ശുക്രി കൂടി ഉണ്ടായിരുന്നു, സാഹിത്യ പ്രസ്ഥാനമൊക്കെ നമുക്കറിയാം. 122ാമത്തെ ചോദ്യം, ഇബ്നു തുഫൈൽ എന്ന് പറയുന്ന ഉലമാ ഉൽ അന്ദുലുസ്, സ്പെയിൻ എഴുത്തുകാരനാണ് ഇബ്നു തുഫൈലിന്റെ ഗ്രന്ഥമാണ് ഹയ്യ് ബിൻ യഖ്ലാൻ. ഈ ഹയ്യ് ബിൻ യഖ്ലാനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് താഴെയുള്ളത്. ഇബ്നു തുഫൈൽ ലഹു ഖിസ്സത്തുൻ ഹയ്യ് ബിൻ യഖ്ലാൻ എന്ന് പറയുന്ന ഒരു കഥ അദ്ദേഹത്തിനുണ്ട്. യുഹാവിലു ഫിഹ തൗഫീഖ് ബൈൻ അൽ ഫൽസഫ വദ്ദീൻ, ഫിലോസഫിയും മതവും, മതകീയ കാര്യങ്ങളെ എങ്ങനെ ഫിലോസഫിയുടെ ഗ്ലാസുകളിലൂടെ വായിക്കാൻ പറ്റും എന്നുള്ള ഒരു രണ്ടും കൂടെ യോജിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഹയ്യ് ബിൻ യഖ്ലാൻ എന്ന ഇബ്നു തുഫൈലിന്റെ ഗ്രന്ഥം. അതാണ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ ലഹു ഖിസ്സത്തു ഹയ്യ് ബിൻ യഖ്ലാൻ യുബ്രിസു ഫിഹ താരിഖ് അൽ ഇസ്ലാം, ഇസ്ലാമിക ഹിസ്റ്ററിയാണ് അതിലെ ചരിത്ര വിഷയം എന്ന് പറയുന്നു. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇസ്ലാമിക ചരിത്രമല്ല അതിലെ വിഷയം. ഹയ്യ് ബിൻ യഖ്ലാൻ യദ്കുറു ഫിഹ താരിഖ് അൽ അന്ദുലുസ് ഫഖദ്, സ്പെയിൻ ചരിത്രമാണ്. അല്ല, അദ്ദേഹം സ്പെയിൻകാരനായിരുന്നു, പക്ഷേ സ്പെയിൻ ചരിത്രമല്ല. അല താരിഖ് ജസീറത്തുൽ അറബ് പെനിൻസുല,
അതിൻ്റെ ചരിത്രമാണ് അല്ല. അപ്പോൾ ശരിയായ ഉത്തരം അൽ ഫൽസഫ വദ്ദീൻ എന്നുള്ള ഒരു ഫിലോസഫിക്കൽ വർക്കാണ്. പക്ഷെ അതിനെ ഒരു കഥ നോവലായിട്ട് അവതരിപ്പിക്കുകയാണ് ഹയ്യ് ഇബ്നു യഖ്ലാൻ എന്നുള്ള ഈ ഒരു ഗ്രന്ഥത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ഇബ്നു തുഫൈൽ 581 അദ്ദേഹം വഫാത്താകുന്നത്. ഹിജ്റ 581 ഇബ്നു തുഫൈലിൻ്റെ വഫാത്ത്. അദ്ദേഹം സാഹിത്യത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഹയ്യ് ഇബ്നു യഖ്ലാൻ എന്നുള്ള ഗ്രന്ഥത്തിലൂടെയാണ്. അബൂബക്കർ മുഹമ്മദ് ബിൻ തുഫൈൽ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. ഇംഗ്ലീഷിൽ അദ്ദേഹത്തെ അബൂബക്കർ എന്നാണ് വിളിക്കാറുള്ളത്. നമ്മളിപ്പോൾ അവിസന്ന ഇബ്നു സീനയെ വിളിക്കും എന്ന പോലെ ഇബ്നു തുഫൈലിനെ അബൂബക്കർ എന്നാണ് ഇബ്നു തുഫൈലിനെ വിളിക്കാറുള്ളത്. അബൂബക്കർ ഫൈലസൂഫുൻ അന്ദലുസിയും, ഇദ്ദേഹം ഒരു ഫിലോസഫർ കൂടിയാണ്. അതാണ് ഫൽസഫ വദ്ദീൻ. ഫൈലസൂഫുൻ അന്ദലുസിയും സ്പെയിൻ ഫിലോസഫർ ആയിരുന്നു. വസീറു ദൗലത്തുൽ മുവഹിദീൻ, ദൗലത്തുൽ മുവഹിദീൻ എന്ന് പറയുന്ന സ്പെയിനിൽ ഉണ്ടായിരുന്ന ഭരണകൂടം, അതിൻ്റെ വസീർ മുവഹിദീൻ ഭരണകൂടത്തിൻ്റെ മന്ത്രിയായിരുന്നു ഇബ്നു തുഫൈൽ. വാദി ആഷ് എന്നുള്ള ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വുലിദ ഫി വാദി ആഷ്. മുമ്പ് ഏതോ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. വാദി ആഷ് എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വാദി ആഷ് എന്നുള്ളത് ഫി ഗർനാത്ത, ഗ്രാനഡയിലാണ്. അപ്പോൾ ഇതാണ് ഇബ്നു തുഫൈലിനെ കുറിച്ചുള്ളത്. ഇബ്നു തുഫൈലിൻ്റെ ഗ്രന്ഥമാണ് ഹയ്യ് ഇബ്നു യഖ്ലാൻ. ഹയ്യ് ഇബ്നു യഖ്ലാൻ എന്നുള്ള ഗ്രന്ഥം. ഈ ഹയ്യ് ഇബ്നു യഖ്ലാൻ എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത് ഒരു വ്യക്തി അദ്ദേഹം തനിച്ച് ഒരു ദ്വീപിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ ആരും അറിയാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുകയും ആ സ്ത്രീ ഒരു കൊട്ടാര പരിസരത്തുള്ള സ്ത്രീ ആയിരുന്നു. അങ്ങനെ ആ സ്ത്രീ ഗർഭം ധരിക്കുകയും കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തതിന് ശേഷം ഈ കുട്ടിയെ ആരും അറിയുകയോ പേടിച്ചുകൊണ്ട് ഈ കുട്ടിയെ കടലിൽ ഒഴുക്കി വിടുന്നു. അങ്ങനെ അവസാനം കുട്ടി ഒരു ജസീറ അറബി, ഒരു ദ്വീപിലേക്ക് എത്തുന്നു. ദ്വീപിൽ തനിച്ചുകൊണ്ട് കുട്ടി ജീവിക്കുന്നു. ഈ ചെറിയ പൈതലായ കുട്ടിയെ ആ ദ്വീപിൽ നിന്ന് ഒരു ആ മാനാണ് പാലൂട്ടി വളർത്തി. ആ മാൻ മാനിനെ ലൊബിയ ഒരു ഉമ്മയായി കണ്ടിട്ട് ഈ കുട്ടി വളർന്നു വലുതായി. അങ്ങനെ അവസാനം ആ മാന് മരണപ്പെട്ടു. അപ്പോഴാണ് ഈ കുട്ടി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഇതാണ് ആ കഥയുടെ ഉള്ളടക്കം. എന്താണ് മരണം, എന്താണ് ഈ ലോകം, എന്താണ് ഇതിനപ്പുറത്തുള്ള ലോകം എന്നുള്ള കാര്യങ്ങളും മനുഷ്യനും അൽ കൗൻ വൽ ദീൻ വൽ ഇലാഹ്, അള്ളാഹുവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചൊക്കെയുള്ള സാങ്കല്പിക രൂപീകരിക്കുകയാണ് ആ കുട്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ കഥ ഇദ്ദേഹം ആദ്യമായിട്ട് തുടക്കം, ഈ കഥ ഒരു ധാരാളം സീരീസുള്ള കഥ. മുമ്പ് പലരും തുടങ്ങി വെച്ചു, പിന്നീട് അതിങ്ങനെ പലരും പല രീതിയിൽ ആവിഷ്കരിച്ചു. ഇതൊരു ഹയ്യ് ഇബ്നു യഖ്ലാൻ എന്നുള്ള ഒരൊറ്റ ഗ്രന്ഥം ഒരൊറ്റ ആളും അല്ല. ഹയ്യ് ഇബ്നു യഖ്ലാൻ എന്നുള്ള ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ആ കഥാപാത്രത്തെ പലരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയും എഴുതുകയും കഥകൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹയ്യ് ഇബ്നു യഖ്ലാനെ കുറിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഒരു സംഭവം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഇബ്നു സീനയാണ്. ഇബ്നു സീന പിന്നെ സുഹ്റവർദി, ശിഹാബുദ്ദീൻ സുഹ്റവർദി. പിന്നെ അതിനുശേഷം ഈ കഥ വീണ്ടും മോഡിഫൈ ചെയ്ത് വീണ്ടും പുതുക്കി ചെയ്തിട്ടുള്ളതാണ് ശിഹാബുദ്ദീൻ സുഹ്റവർദി. ഖയാലൊക്കെ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഫിലോസഫി ആയിട്ട് പറയുന്ന സമയത്ത് വലിയ മടുപ്പും ചടപ്പും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഇങ്ങനെ കഥയിലൂടെ തത്വങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇബ്നു തുഫൈൽ വീണ്ടും അതിനെ ഹയ്യ് ഇബ്നു യഖ്ലാൻ എന്നുള്ള പേരിൽ ഒരു ഗ്രന്ഥമായി എഴുതുകയും അത് കൂടുതൽ പ്രശസ്തമാവുകയും ചെയ്തു. ഇബ്നു തുഫൈലിന് ശേഷം പിന്നെ ഇബ്നു നഫീസ്, ഇവരൊക്കെ ഹയ്യ് ഇബ്നു യഖ്ലാൻ എന്നുള്ള ഈ ഒരു ചരിത്രത്തെ അതിന് പരിഷ്കരിച്ച ആളുകളാണ്. ഇബ്നു നഫീസ്. ഓക്കെ, അടുത്ത ചോദ്യം. ഫി അഹ്ദിൽ ജാഹിലിയ കാലഘട്ടത്തിൽ കാന ഷാഇറു അഹബ്ബ ഇലൽ ഖബീല. ജാഹിലിയ കാലത്തെ കുറിച്ചുള്ള 4 സ്റ്റേറ്റ്മെന്റുകളാണ്. കാന ഷാഇർ, കവിയായിരുന്നു, അഹബ്ബ ഇലൽ ഖബീല, ഗോത്രങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. വ അക്രമ അലൈഹ അക്സറ മിനൽ ഖതീബ്, പ്രഭാഷകരെക്കാളിലും, വൽ ഖായിദി, നേതാക്കന്മാരെക്കാളിലും ഗോത്രങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കവിയായിരുന്നു. ഇതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. കാനൽ ഖതീബു അഹബ്ബ ഇലൽ ഖബീല, ഇത് തെറ്റാണ്. ഖതീബ് പ്രഭാഷകർക്കായിരുന്നു കൂടുതൽ സ്ഥാനം ഉണ്ടായിരുന്നത്, തെറ്റാണ്. ഇനി കാനൽ ഖായിദു, നേതാക്കന്മാരായിരുന്നു, അഹബ്ബ ഇലൽ ഖബീല, ഏറ്റവും പ്രിയപ്പെട്ടവർ, അക്രമ അലൈഹിം അക്സറ മിന ഷാഇർ, കവിയേക്കാൾ കൂടുതൽ അല്ല, കവികൾക്കായിരുന്നു ഫസ്റ്റ് നമ്പർ ഗ്രേഡ്. പിന്നെ ലാ ഫളല ലി ഷാഇരിൻ, കവികൾക്ക് ഒരു മഹത്വം ഉണ്ടായിരുന്നില്ല, അല ഖതീബിൻ വഖായിദിൻ, പ്രഭാഷകരെക്കാളോ നേതാക്കന്മാരെക്കാളോ, അതും തെറ്റാണ്.
അപ്പോൾ ശരിയായ ഉത്തരം ഹംസയാണ്. ഹംസ എന്ന് വരുന്ന ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായ ഉത്തരം വരുന്നത്. ഇത് അബു അംറുബ്നുൽ അല എന്ന പണ്ഡിതന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കാന ശാഇറു ഫിൽ ജാഹിലിയ കാലഘട്ടത്തിലെ കവികൾ യുഖദ്ദമു അലൽ ഖതീബ്, പ്രഭാഷകരെക്കാളിലും മുൻഗണനയും പ്രിയോറിറ്റിയും നൽകപ്പെട്ടിരുന്നു, അവർക്ക് കൂടുതൽ മഹത്വം നൽകിയിരുന്നു. അപ്പോൾ കാന ശാഇറു ഫിൽ ജാഹിലിയ യുഖദ്ദമു അലൽ ഖതീബ് എന്ന് അബു അംറുബ്നുൽ അല പറഞ്ഞ അദ്ദേഹം നിരൂപകനാണ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. പിന്നെ ഇബ്നു റഷീഖ് എന്ന പണ്ഡിതൻ പറയുന്നുണ്ട്, കാനത്തിൽ ഖബീല ഇദാ നബഗ ഫീഹിം ഷായർ, ഗോത്രത്തിൽ ഒരു കവി വളർന്നു വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു വലിയൊരു ആഘോഷം അവിടെ ആ ഗോത്രം സജ്ജീകരിക്കും, ആളുകളൊക്കെ ക്ഷണിക്കും. സുനിയാത്തിൽ അത്ഇമ, ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യും, നല്ലൊരു സൽക്കാരം. പിന്നെ സ്ത്രീകളൊക്കെ വന്ന് കൊട്ടും പാട്ടും താളവും, യൽഅബ്ന ബിൽ മസാഹിർ, വീണ വായിക്കും. കമാ യസ്നഉന ഫിൽ അറാസ്, ഒരു കല്യാണം നടത്തുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരിക്കും ഒരു കവി വളർന്നു വരുന്നു, ഒരു കവിയായിട്ട് വരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ചോദ്യത്തിൽ അഷാഇർ അഹബ്ബ ഇലൽ ഖബീല എന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായി വരുന്നത്. അഷാഇറു സഫീറു ഖൗമിഹി ലദൽ മുലൂക്ക്, കവിയായിരുന്നു സഫീറു ഖൗമിഹി, ഗോത്രത്തിന്റെ ഒരു അംബാസഡർ ആയിട്ട് പോകാറുള്ളത് ലദൽ മുലൂക്ക്, മറ്റു രാജ്യങ്ങളിൽ. അപ്പോൾ ഈ ഗോത്രത്തിന് മറ്റു രാജാക്കന്മാരുടെ അടുത്തേക്ക് വിവരങ്ങൾ കൈമാറാനോ ഒക്കെ ഉണ്ടെങ്കിൽ കവികളാണ് പറഞ്ഞയക്കുക, കവികൾ. അപ്പോൾ കിസ്ര രാജാവ്, ഫാരിസിലെ പേർഷ്യയിലെ രാജാവ്, അങ്ങോട്ടൊക്കെ പറഞ്ഞയക്കാറുള്ളത് കവികളെയായിരുന്നു. 124ാമത്തെ ചോദ്യം, റത്തിബി ശുആറ അൽ ഹുനൂദ് അൽ മദ്കൂരിൻ ആദല, താഴെയുള്ള ഇന്ത്യൻ കവികളാണ് ഹസ്ബത്ത് സനത്തി വഫാത്തിഹിം, അവരുടെ മരണത്തിന്റെ വർഷം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്രമീകരിക്കാനാണ്. ഫൈലുൽ ഹസൻ സഹാറൻപൂരി, ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്കറിയണമെങ്കിൽ നമുക്ക് ഈ ഫൈലുൽ ഹസൻ സഹാറൻപൂരിയെ കുറിച്ച് അറിയുമെങ്കിൽ ഇതിന്റെ ബാക്കി ഉത്തരമൊക്കെ കിട്ടും. കാരണം എന്താ അറിയോ, ഫൈലുൽ ഹസൻ സഹാറൻപൂരിയുടെ അധ്യാപകനാണ് ഫളുൽ ഹഖുൽ ഖൈറാബാദി, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഹമീദുദ്ദീനുൽ ഫറാഹി. അത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് വ്യക്തമായി ഇതിൽ ഫളുൽ ഹഖുൽ ഖൈറാബാദിയാണ് ആദ്യം വരുന്നത്, ദാല്. പിന്നീട് ഫൈലുൽ ഹസൻ സഹാറൻപൂരി വരും, ദാല് ഹംസ ഒക്കെ. പിന്നീട് ഹമീദുദ്ദീനുൽ ഫറാഹിയും ജീം അൻവർ ഷാ കശ്മീരിയും. ഇതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ ഫൈലുൽ ഹസൻ സഹാറൻപൂരിയെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇത് ഇന്റർലിങ്ക്ഡ് ആണ്, പരസ്പരം ബന്ധമുള്ള ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഹമീദുദ്ദീനുൽ ഫറാഹി, അദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ് ഫളുൽ ഹഖുൽ ഖൈറാബാദി. ഓക്കെ, ഫൈലുൽ ഹസൻ സഹാറൻപൂരി ഷാഇറുൽ മദ്ഹിൻ നബവി, പ്രവാചക പ്രകീർത്തന കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പിന്നെ 1816 മുതൽ 887 വരെയാണ് സഹാറൻപൂരി. അദ്ദേഹം ഖുറൈഷ് ഗോത്രാണ്, ഏകദേശം നബി കുടുംബാണെന്ന് അർത്ഥം, തങ്ങൾ കുടുംബ ഫാമിലിയിൽപ്പെട്ട ആളാണ്. ലുഖിബ ബിൽ അദീബ്, തലമ്മദ അല ഫളുൽ ഹഖുൽ ഖൈറാബാദി, തലമ്മദ അല എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അധ്യാപകനാണ് ഫളുൽ ഹഖുൽ ഖൈറാബാദി. ഫളുൽ ഹഖുൽ ഖൈറാബാദിയുടെ ശിഷ്യനാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്, ഇദ്ദേഹം പഠിപ്പിച്ചിരുന്നത് അൽ കുല്ലിയത്തു ഷർഖിയ ബി ലാഹോറിലെ അൽ കുല്ലിയത്തു ഷർഖിയ, ദറസ തദ്രീസ് നടത്തിയിരുന്നത് അൽ കുല്ലിയത്തു ഷർഖിയ ലാഹോർ, ഓറിയന്റൽ കോളേജ് ലാഹോർ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ഷിബിലി നൊമാനി, അബ്ദുൽ ഹമീദുൽ ഫറാഹി ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. ഇദ്ദേഹം ഒരു അറബിയിലെ ഒരു മാഗസിൻ പ്രസിദ്ധീകരിച്ചിരുന്നു, ഷിഫ ഉസുദൂർ എന്ന ഒരു മാഗസിൻ ഇദ്ദേഹം ഇറക്കിയതായിരുന്നു, മജല്ല. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് തലാമിദത്തുഹു, ഷിബിലി നൊമാനി, അബ്ദുൽ ഹമീദുൽ ഫറാഹി. ഓക്കെ, പിന്നെ ഹമീദുദ്ദീനുൽ ഫറാഹി, പിന്നെ അൻവർ ഷാ കശ്മീരി, ഫളുൽ ഹഖുൽ ഖൈറാബാദി. ഹമീദുദ്ദീനുൽ ഫറാഹി നമ്മൾ ഈ പരീക്ഷ പേപ്പറിൽ തന്നെ മുമ്പ് വന്നിട്ടുള്ള ആളാണ്. 863 മുതൽ 930 വരെ
അദ്ദേഹമാണ് ഖുർആൻ തഫ്സീറിൽ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അദ്ദേഹം. നിളാമുൽ ഖുർആൻ വ തഅ്വീലുൽ ഫുർഖാൻ ബിൽ ഫുർഖാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, നിളാമുൽ ഖുർആൻ. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അബുൽ കലാം ആസാദ്. ഹമീദുദ്ദീൻ ഫറാഹിയുടെ ശിഷ്യനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ടായിരുന്ന അബുൽ കലാം ആസാദ്. അവൽ വസീറുൽ ലി താലീം ഫിൽ ഹിന്ദ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുണ്ടായിരുന്ന അബുൽ കലാം ആസാദ് ഹമീദുദ്ദീനുൽ ഫറാഹിയുടെ ശിഷ്യനാണ്. അബുൽ കലാം ആസാദിൻ്റെ ഗുരുനാഥനാണ് ഹമീദുദ്ദീനുൽ ഫറാഹി എന്നർത്ഥം. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് സുലൈമാനു നദവി ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ കിതാബ് ഓർത്തു വെക്കുക, നിളാമുൽ ഖുർആൻ വ തഅ്വീലുൽ ഫുർഖാൻ ബിൽ ഫുർഖാൻ. അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ അതാണ് ഖുർആൻ പരസ്പരം ബന്ധപ്പെട്ട് കൊഹേഷൻ. ഖുർആനിലെ ഓരോ ആയത്തുകളും തൊട്ട് ശേഷമുള്ള ആയത്തുകൾ, ഓരോ സൂറത്തിൻ്റെ തുടക്കവും അവസാനവും, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഖുർആനിൻ്റെ നൗമുൽ ഖുർആൻ കോർവയെക്കുറിച്ചുള്ള പഠനം നടത്തിയ ആളാണ് ഹമീദുദ്ദീനുൽ ഫറാഹി. പിന്നീട് അൻവർ ഷാ കശ്മീരി 1875 മുതൽ 933 വരെ. അൻവർ ഷാ കശ്മീരി. അപ്പോൾ ഇവർ രണ്ടുപേരിലും ഏറ്റവും വൈകിയ ഒന്നാൾ അൻവർ ഷാ കശ്മീരി തന്നെ. 33 മരണം. ഇദ്ദേഹം ജനിച്ചതും 975. അൻവർ ഷാ കശ്മീരിൽ ജയിച്ചു. പിന്നീട് അദ്ദേഹം ദെയ്യുബന്ദിലേക്ക് താമസം മാറുകയും മരണപ്പെടുന്നത് ദെയ്യുബന്ദിലാണ്. കശ്മീരിലാണ് ജനിച്ചത്, മരണപ്പെട്ടത്. അപ്പോൾ കശ്മീരി എന്ന് വിളിക്കുന്നത് മൗലിദൻ, ജനനം കൊണ്ട് അദ്ദേഹം കശ്മീർകാരനാണ്. പിന്നീട് ദെയ്യുബന്ദിലേക്ക് മാറി അവിടെ അധ്യാപകനായിരുന്നു. അവിടെ അദ്ദേഹം വഫാത്താവുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് മുഷ്കിലാത്തുൽ ഖുർആൻ. പിന്നെ അൽ ഉർഫുശ്ശദി അലാ ജാമിഉ തുർമുദി, ഫൈളുൽ ബാരി ഷർഹ് സഹീഹുൽ ബുഖാരി. ഹദീസിൽ വലിയ സംഭാവനകൾ നൽകിയ പണ്ഡിതനാണ് അൻവർ ഷാ കശ്മീരി. ഫളുൽ ഹഖുൽ ഖൈറാബാദി ഈ കൂട്ടത്തിലെ ഏറ്റവും സീനിയർ നമ്മൾ പറയുന്നത് ഫളുൽ ഹഖുൽ ഖൈറാബാദിയാണ്. 798 മുതൽ 861 വരെ ഫളുൽ ഹഖുൽ ഖൈറാബാദിയാണ്. പിന്നീട് ഫൈദുൽ ഹസൻ സഹാറംപൂരി വരും. 857 അദ്ദേഹം മരണപ്പെടുന്നത്. പിന്നീട് ഹമീദുദ്ദീൻ ഫറാഹി. ഓക്കെ, ഫളുൽ ഹഖുൽ ഖൈറാബാദി നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അദ്ദേഹം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രത്യേകം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് അസ്സൗറത്തുൽ ഹിന്ദിയ. അദ്ദേഹം നാട് കടത്തപ്പെട്ടൊക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ അന്തമാനിലേക്കാണ് നാട് കടത്തപ്പെട്ടത്. അവിടെ വെച്ചാണ് മരിക്കുന്നത്. അന്തമാനിലെ കാലാപാനി എന്ന് പറയുന്ന സ്ഥലത്താണ് അന്തമാനിൽ അദ്ദേഹം നാട് കടത്തപ്പെട്ടു. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. മന്തിഖ്, മറ്റു ഹിക്മത്തുകൾ, അതിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആളായിരുന്നു ഫളുൽ ഹഖുൽ ഖൈറാബാദി. 125 ചോദ്യം. ലൈസ മിൻ മആസിരി മഹ്മൂദ് ദർവേഷ്. മഹ്മൂദ് ദർവേഷിൻ്റേതല്ലാത്തത് ഏതാണ് താഴെയുള്ളതിൽ? മഹ്മൂദ് ദർവേഷിൻ്റേത് ഇതിൽ ഒന്നിലധികം ഉണ്ട്. മഹ്മൂദ് ദർവേഷിൻ്റെ അല്ലാത്ത അജ്നിഹത്തുൽ മുതകസ്സിറ മഹ്മൂദ് ദർവേഷിൻ്റെതല്ല. അസാഫീർ ബിലാ അജ്നിഹ മഹ്മൂദ് ദർവേഷിൻ്റെതാണ്. അൽ അസാഫീറു തമൂതു ഫിൽ ജലീൽ ഇതും മഹ്മൂദ് ദർവേഷിൻ്റെതാണ്. ഔറാഖു സൈത്തൂൻ മഹ്മൂദ് ദർവേഷിന്. ഹയാത്തി ദുമൂദ് ദർവേഷിൻ്റെതല്ല. ഓക്കെ, അജ്നിഹത്തുൽ മുതകസ്സിറ ജിബ്രാൻ്റെതാണ്. ഹയാത്തി ദുമു ഫദ്വ തൗഖാൻ്റെതാണ്. ഹയാത്തി ദുമു ഫദ്വ. അജ്നിഹത്തുൽ മുതകസ്സിറ ജിബ്രാൻ. ഓക്കെ, ബാക്കി 3 അപ്പോൾ ശരിയായ ഉത്തരം അദ്ദേഹത്തിന് അല്ലാത്തതാണ് ചോദിച്ചത്. ബാ ഹംസ വരുന്നത് ഓപ്ഷൻ 4. ഇതാണ് ശരിയായ ഉത്തരം വരുന്നത്. മഹ്മൂദ് ദർവേഷ് 914 ജനിച്ച് 2008 ദർവേഷ് മരിക്കുന്നത്. ഷായർ ഫലസ്തീൻ കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ഖാമ ബി കിതാബത്തി വസീഖത്തിൽ ഇസ്തിഖ്ലാൽ, ഇഅ്ലാനുൽ ഇസ്തിഖ്ലാൽ, ഫലസ്തീൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന എഴുത്ത്, അത് 988 അത് എഴുതിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ഫലസ്തീനു വേണ്ടി കാര്യമായി ശബ്ദിച്ച ഒരു എഴുത്തുകാരനായിരുന്നു മഹ്മൂദ് ദർവേഷ്. 126 ചോദ്യം. അശ്ശിറുൽ അറബി ഇൻദൽ അറബ്. അറബികളുടെ അടുത്ത് അറബി കവിത എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ അറബി കവിതയുടെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും അറബി ഖദീമൻ, പണ്ട് കാലത്തെ അറബികളുടെ അടുത്ത്, പണ്ട് കാലത്തെ കവിതയുടെ ഒരു ഡെഫിനിഷൻ. അശ്ശിറു എന്ന് പറയുന്നത് ഹുവൽ കലാമുൽ മൗസൂനുൽ മുഖഫ. അശ്ശിർ അൽ കലാമു അൽ മൗസൂനു അൽ മുഖഫ. ഇതാണ് കവിതയുടെ ആദ്യകാല ഡെഫിനിഷനായിട്ട് പറയാറുള്ളത്. അൽ കലാമുൽ മൗസൂൻ, വസ്ന് വേണം, കാഫിയ വേണം.
അങ്ങനത്തെ ഒരു ഇത് രണ്ടും അടങ്ങിയിട്ടുള്ള സെന്റൻസുകൾക്ക് കലാം എന്ന് പറയാം. പിന്നീട് ഇതിനെ പലരും പരിഷ്കരിച്ചു. ഇബ്നു ഖൽദൂൻ ഈ ഡെഫിനേഷനെ പരിഷ്കരിക്കുന്നുണ്ട്. പിന്നീട് ഖുദാമത്ത് ബിൻ ജാഫർ ഇതിനെ പരിഷ്കരിക്കുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം ഖുദാമത്ത് ബിൻ ജാഫർ കൂട്ടി യദുല്ലു അലാ മഅനൻ, അത് വെറും വസ്നും കാഫിയ മാത്രമല്ല പറയാം, അതിന് പ്രത്യേക ഒരു മീനിങ്, ഒരു ആശയം ഉണ്ടായിരിക്കണം, അർത്ഥം കൂടി വേണം. അപ്പോഴാണ്. അപ്പോൾ ഏതായാലും അറബികളെടുത്ത് പണ്ട് കാലം മുതലുള്ള കവിതയുടെ ഡെഫിനേഷനാണ് അൽ കലാമുൽ മൗസൂൻ അൽ മുഖഫ. ചോദ്യം: ലാ യുസമ്മ ഷെയറൻ, കവിത എന്ന് വിളിക്കുകയില്ല ഇല്ല ഇദാകാന മൗസൂനൻ മുഖഫ. ഇത് ശരിയാണ്. വസ്നും കാഫിയ ഉണ്ടെങ്കിലേ അവർ കവിത എന്ന് വിളിക്കുകയുള്ളൂ. കവിതയെക്കുറിച്ചുള്ള ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാന ഷെയറുൽ അറബി ഫി അഹ്ദിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ കവിത ദീവാനുൽ അറബ്, അറബികളുടെ ദീവാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ശരിയാണ്, ദീവാനുൽ അറബാണ് കവിതയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകൾ ദീവാനുൽ അറബാണ് എന്ന് പറയാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ ഖറഅതും ഷൈഅൻ മിൻ കിതാബില്ല, വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾ വല്ലതും ഓതുന്ന സമയത്ത് ഫലം താരിഫുഹു, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഫത്ലുബുഹു ഫി അശ്ആരിൽ അറബ്, അറബികളുടെ കവിതകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഫ ഇന്ന ശിഅറ ദീവാനുൽ അറബ്, കാരണം ഷിഅറാണ് അറബികളുടെ ദീവാനായിട്ട് പരിഗണിക്കുക. അവരുടെ എല്ലാ റെക്കോർഡിങ്സ് കവിതയാണ്. അപ്പോൾ എല്ലാ റെക്കോർഡ്സും കവിത ആയതോടെ നിങ്ങൾ കവിത പരിശോധിച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് അർത്ഥം വേണോ കിട്ടും, അവരുടെ ഗോത്ര പരമ്പരകൾ വേണോ അതിൻ്റെ വിശദീകരണങ്ങളുണ്ട്, യുദ്ധ വിവരണങ്ങൾ അതും കവിതകളിൽ കാണാം. അതുകൊണ്ട് അശ്ശഅറു ദീവാനുൽ അറബ്, ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കോട്ടിങ് അശ്ശഅറു ദീവാനുൽ അറബ് എന്നുള്ളത് പലരും പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കൂടുതൽ പ്രസക്തമാണ്. ഖുർആനിലെ പദങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അർത്ഥങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിൽ കവിത പരിശോധിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാക്കും. ഓക്കെ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ലാ യുസമ്മ ഷെയറൻ ഇല്ലാ ഇദാ കാന വസീലത്തൻ ലി മഫ്ഖറത്തിൻ ലദൽ അറബ്, ഫഖർ പറയുന്നത് മാത്രമേ കവിതയാവുകയുള്ളൂ. ഇങ്ങനത്തെ ഒരു കവിത ഒരു ഡെഫിനിഷൻ ഇല്ല. വസീലത്തൻ ലി മഫ്ഖറ, ഫഖർ പറയാനുള്ള ഒരു മാധ്യമമായിട്ട് സ്വീകരിക്കുന്നതിനെ മാത്രമേ കവിത പറയുള്ളൂ. ലാ യുസമ്മ ഷെയറൻ ഇല്ലാ ഇദാ ദല്ല അലാ അഹ്വാലി വ തഗയ്യുറാത്തിൽ ഉമം, സമുദായത്തിൻ്റെ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്ത സംഭവ വികാസങ്ങൾ പരാമർശിക്കുമ്പോൾ മാത്രമേ കവിതയാവുകയുള്ളൂ. അത് ശരിയല്ല. ലാ യുസമ്മ ഷെയറൻ ഇല്ലാ ഇദാ റഫഅ ശഅ്ന ഖബീലത്തിൽ അറബ്, അറബി ഗോത്രത്തിൻ്റെ മഹത്വം വിളിച്ചോതുമ്പോൾ മാത്രമാണ് കവിതയാകുന്നത് എന്നതും ശരിയല്ല. അപ്പോൾ 1ഉം 2 ഹംസയും ബാഉ ആണ് ശരിയായിട്ടുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ. 127ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോവിങ് ചെയ്യാനാണ്. ഇത് ഓരോ ഖസീദകളാണ്, ഓരോ കവിതകളാണ്. ഈ ഓരോ കവിതകളും ആരുടേതാണ് എന്നതാണ് ചോദ്യം. ജിബ്രാൻ്റെതുണ്ട്, നസീബ് ആരിയുള്ള, റഷീദ് സലീം അൽ ഖൂരി, ഇല്യാസ് ഫർഹാത്ത്, ഇവരുടെയൊക്കെ കവിതകളുണ്ട്. ചേരുംപടി ചേർക്കാനാണ്. ഇതിൽ ആഴ്ത്തിനി ഇത് പലപ്പോഴും നമ്മുടെ പല പരീക്ഷ, ഇപ്പോൾ നമ്മുടെ ഡിഗ്രി പേപ്പറിൽ കവിതകൾ വരാറുണ്ട്, അല്ലെങ്കിൽ PG കവിത, അങ്ങനെ വരുന്ന കവിതകളാണ്. ഓരോ യൂണിവേഴ്സിറ്റിയിലും വ്യത്യസ്ത കവിതകളായിരിക്കും സെലക്ട് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതിൽ ആഴ്ത്തിനായി നമ്മളൊക്കെ ഏതോ ഒരു എന്താ പറയുക ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ജിബ്രാൻ്റെ കവിതയാണ് ആഴ്ത്തിനി അന്നായ് എന്ന് പറയുന്ന ഒരു കവിത, ജിബ്രാൻ്റെതാണ്. ഓക്കെ, പിന്നീട് നസീബ് ആരിയുള്ളയുടേത് ഹദീസു ഷാഇർ എന്ന് പറയുന്ന കവിതയാണ് നസീബ് ആരിയുള്ളയുടേത്. റഷീദ് സലീം അൽ ഖൂരിയുടേത് അൽ വിലാദത്തുൽ ജദീദ. അസ്സക്ര അൽ ഖാലിദ ഇല്യാസ് ഫർഹാത്തിൻ്റെതാണ് അസ്സക്ര അൽ ഖാലിദ എന്നുള്ളത്. അപ്പോൾ ഈ കവിതകൾ നമ്മൾ അറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ മാർഗ്ഗമായിട്ടുള്ളൂ. ഈ കവിതകൾ ഇവരുടേതാണെന്ന് അറിയാം. ഈ ആത്തിനിന്നായ നമ്മുടെ ഒരു ടെക്സ്റ്റിൽ വന്നിട്ടുണ്ട്. അസ്സക്രത്തുൽ ഖാലിദ എന്ന് പറയുന്നത് ചില യൂണിവേഴ്സിറ്റികളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് കൂടുതൽ ഇല്യാസ് ഫർഹാത്തിൻ്റെതാണ് അസ്സക്രത്തുൽ ഖാലിദ. നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് നമ്മൾ ജിബ്രാൻ്റെതാണ് 1-3 ഹംസ 3 എന്ന് വരുന്ന ഓപ്ഷൻ ഇതേ ഉള്ളൂ. നമുക്ക് ഒന്ന് അറിയുള്ളെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ശരിയായ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയും. ഓക്കെ, ജിബ്രാൻ്റെ 1-3, ബ വരുന്നത് 4, നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ റഷീദ് സലീം അൽ ഖൂരി ഓരോരുത്തരെ കുറിച്ച് പറയണം. റഷീദ് അൽ ഖൂരി, അദ്ദേഹം സിറിയക്കാരനാണ്. പിന്നീട് അദ്ദേഹം ബ്രസീലിൽ പോയിട്ട് അൽ ഉസ്ബൽ അന്ദുലുസിയുടെ നേതാവായി മാറി. അതിൻ്റെ രണ്ടാമത്തെ റഈസ് ഉസാനി, രണ്ടാമത്തെ പ്രസിഡൻ്റായി മാറുകയൊക്കെ ചെയ്തു. റഈസ് അത്താനി ലിൽ അസബൽ അന്ദുലുസിയ. പിന്നെ
അദ്ദേഹമാണ് ഷാഇറുൽ ഖുറവി. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞു ഷാഇറുൽ ഖുറവി, ഷാഇറുൽ അറൂബ എന്നൊക്കെ പറയുന്നത് റഷീദ് സലീം അൽ ഖൂരിയാണ്. മജല്ലത്തു റാബിത്ത, റാബിത്ത അൽ ഉന്ദുലുസിയുടെ പേരിലുള്ള മാഗസിന് ഇദ്ദേഹം അതിൻ്റെ മുഹരിറായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ദീവാനുകൾ റഷീദിയാത്ത് ഇദ്ദേഹത്തിൻ്റെ ദീവാനാണ് റഷീദിയാത്ത്. പിന്നെ അൽ ആസിർ, ദീവാനുൽ ഖുറവി. ഈ ദീവാനുൽ ഖുറവി എന്നുള്ള ഈ കവിതാ സമാഹാരത്തിൽ നിന്നാണ് നമ്മളിവിടെ വന്നിട്ടുള്ള റഷീദ് സലീം അൽ ഖൂരിയുടെ അൽ വിലാദത്തുൽ ജദീദ എന്ന ഖസീദ എടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ നസീബ് ആരിള 887 മുതൽ 946 നസീബ് ആരിള. അദ്ദേഹം റാബിത്തത്തുൽ ഖലമിയാണ്. നസീബ് ആരിള്ള റാബിത്തത്തുൽ ജിബ്രാനൊക്കെ ഇല്യാസ് ഫർഹാദൊക്കെ റാബിത്തത്തുൽ ഖലമിയാണ്. പിന്നെ ഷാഇറുൻ സൂരി, സിറിയക്കാരനാണ്, മഹ്ജറാണ്. മജല്ലത്തുൽ ഫുനൂൻ, നസീബ് ആരിള്ള മജല്ലത്തുൽ ഫുനൂൻ. അൽ അർവാഹുൽ ഹായിറ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദീവാൻ. അൽ അർവാഹുൽ ഹായിറ. അൽ അർവാഹുൽ മുത്തക്കസ്സിറ എന്ന് പറയുന്നത് ജിബ്രാന്റെ നോവലാണ്. ഇത് അൽ അർവാഹുൽ ഹായിറ എന്ന് പറയുന്നത് നസീബ് ആരിള്ളയുടെ ദീവാനാണ്, കവിതയാണ്. ഇല്യാസ് ഫർഹാത്ത് അദ്ദേഹം 893 മുതൽ 976 വരെയാണ് ഇല്യാസ് ഫർഹാത്ത്. അദ്ദേഹം കുഫ്രുഷീമ എന്ന് പറയുന്ന ലബ്നാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ അദ്ദേഹം ജരീദത്തുൽ അഹ്റാം ഇന്നും പ്രസിദ്ധമായ പത്രമാണ് അൽ അഹ്റാം എന്ന് പറയുന്ന പത്രം. ആ പത്രത്തിൻ്റെ സ്ഥാപിച്ച ആളാണ് ഇല്യാസ് ഫർഹാത്ത്, ജരീദത്തുൽ അഹ്റാം. ഇദ്ദേഹത്തിൻ്റെ ദീവാനുകളുടെ പ്രത്യേകത അതിൻ്റെ പേരുകൾ ഓരോ ഋതുക്കളുടെ പേരാണ്. റബീ, ഖരീഫ്, സ്വൈഫ് ഇതൊക്കെയാണ്. അപ്പോൾ അസ്മാ ഉൽ ഫുസൂലാണ് ദീവാൻ. അദ്ദേഹത്തിൻ്റെ ദീവാൻ വരുന്നത് അസ്മാ ഉൽ ഫുസൂൽ. അൽ ഫുസൂൽ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഋതുഭേദങ്ങൾ, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട. പിന്നെ ഇല്യാസ് ഫർഹാത്ത് ആസഫൽ അന്ദുലുസിയാണ്. ഇല്യാസ് ഫർഹാത്തും പിന്നെ റഷീദ് സലീം അൽ ഖൂരി ഇവർ രണ്ടുപേരും ആസഫൽ അന്ദുലുസിയാണ്. അതേസമയത്ത് നസീബ് ആരിളയും ജിബ്രാനും റാബിത്ത് അൽ ഖലമിയാണ്. 128ാമത്തെ ചോദ്യം ഇന്ത്യൻ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ലൈബ്രറികളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ലൈബ്രറികളും അത് എവിടെ സ്ഥിതി ചെയ്യുന്നതാണെന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, മക്തബത്തുൽ മുജ്തമഅ അൽ ആസിവി ദ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്നാണ് ഈ ലൈബ്രറിയുടെ പേര്. ഏഷ്യാറ്റിക് സൊസൈറ്റി. ഓക്കെ. ഇതൊക്കെ ഈ നമ്മുടെ മഖ്തൂത്താത്ത് മാനുസ്ക്രിപ്റ്റ് കൂടുതലായിട്ട് അറബിയുമായി ബന്ധപ്പെട്ട മാനുസ്ക്രിപ്റ്റ് കൂടുതലായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഓരോ മക്തബുകളാണ്. മക്തബത്തുൽ മുജ്തമഅൽ ആസിവി എന്ന് പറയുന്നത് എവിടെ സ്ഥിതി ചെയ്യുന്നതാണെന്നാണ് കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട. കൊൽക്കത്തയിൽ തന്നെയാണ് നാഷണൽ ലൈബ്രറി ഉള്ളത്. ഇന്ത്യയുടെ നാഷണൽ ലൈബ്രറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലൈബ്രറി കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുകയാണ് ഉള്ളതാണ്. എന്നപോലെ തന്നെ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്നുള്ള ഈ മക്തബത്ത്, അതിൻ്റെ പേര് അൽ മുജ്തമഅൽ ആസിവി എന്നുള്ളത് അറബിയിൽ മാത്രമേ കാണുള്ളൂ. ഏഷ്യാറ്റിക് സൊസൈറ്റി എന്നുള്ള പേരിലാണ് അത് കൂടുതലും അറിയപ്പെടാറുള്ളത്. പിന്നെ മക്തബത്തു ഷിബ്ലി നുഅ്മാനിയുടെ പേരിലുള്ള ഒരു ലൈബ്രറി ഉണ്ട്. അത് ലക്നോയിലെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ലക്നോയിലെ നെദുവത്തുൽ ഉലമ ഉണ്ടല്ലോ, ലക്നോയിലെ നെദുവ പ്രസിദ്ധമായ സ്ഥാപനമാണ്. ഈ നെദുവയുടെ ലൈബ്രറിക്ക് പേര് നൽകിയത് ഷിബ്ലി നുഅ്മാനിയുടെ പേരാണ്. ഓക്കെ. അപ്പോൾ ഈ മക്തബത്ത് ഷിബ്ലി നുഅ്മാനി തന്നെയാണ് നെദുവത്തുൽ ഉലമയുടെ ലൈബ്രറി എന്ന് പറയുന്നത്. മക്തബത്ത് നെദുവത്തുൽ ഉലമ എന്നായിരിക്കും ചില സ്ഥലത്ത് കാണാം. നെദുവത്തുൽ ഉലമ ലക്നോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മക്തബത്ത് ഷിബ്ലി നുഅ്മാൻ ലക്നോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. പിന്നീട് മക്തബത്ത് മൗലാന ആസാദിന്റെ പേരിലുള്ള മക്തബ ലിൽ മഖ്തൂത്താത്തിൽ അറബിയ വൽ ഫാരിസിയ, അറബി ആൻഡ് പേർഷ്യൻ മാനുസ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഇത് സ്ഥിതി ചെയ്യുന്ന തോങ്ക് രാജസ്ഥാനിലെ തോങ്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാൻ ഗവൺമെന്റിന്റെ കീഴിലാണ് ഈ ലൈബ്രറി നടക്കുന്നത് ചെയ്യുന്നത്. രാജസ്ഥാൻ ഗവൺമെന്റിന്റെ കീഴിലാണ്. ഇനി ഈ മൗലാന ആസാദിന്റെ പേരിലുള്ള ലൈബ്രറികൾ വേറെയും ധാരാളം ലൈബ്രറികളുണ്ട്.
പക്ഷേ നമ്മുടെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മക്തബത്ത് മൗലാന ആസാദ് ലിൽ മഖ്തൂത്താത്തിൽ അറബിയ വൽ ഫാരിസിയ എന്നുള്ള പേര്. ഇതിൻ്റെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിലാണ് ഇത് കൂടുതൽ അറിയപ്പെടുന്നത്. മക്തബത്ത് എന്നുള്ളതിന് പുറമെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിലാണ് ഒന്നുകൂടി അറിയപ്പെടുന്നത്. പിന്നെ നാലാമത്തത് മക്തബത്തുൽ മജ്ലിസിൽ ഹിന്ദി ലിൽ അലാഖാത്തി സഖാഫിയ, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്, മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ, ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ വസാർ അൽ ഖാരിജിയ നടത്തുന്ന ഒരു കൗൺസിലിൻ്റെ കീഴിലുള്ള ലൈബ്രറിയാണ്. അൽ മജ്ലിസുൽ ഹിന്ദി ലിൽ അലാഖാത്തി സഖാഫിയ. സഖാഫത്തുൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു മജല്ല, സഖാഫത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്ന ഒരു മാഗസിൻ, അറബി മാഗസിൻ, അത് പ്രസിദ്ധീകരിക്കുന്നത് അൽ മജ്ലിസുൽ ഹിന്ദി ലിൽ അലാഖാത്തി സഖാഫിയ. അത് മിനിസ്ട്രി ഓഫ് എക്സീരിയറിൻ്റെ കീഴിലുള്ള ഒരു ഓഫീസിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അതിൻ്റെ കീഴിലുള്ള ഒരു ലൈബ്രറി ഉണ്ടോ, അത് ന്യൂഡൽഹിയിലായിരിക്കും. നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെയാണ്, ന്യൂഡൽഹിയിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതും ഗവൺമെൻറ്റാണ്. പിന്നെ ഇത് തോങ്കിലുള്ളത് രാജസ്ഥാൻ ഗവൺമെൻറ്റിൻ്റേതാണ്. ഇത് നദ്വത്തുൽ ഉലമയുടേത്. ശരിയായ ഉത്തരം ഇങ്ങനെയാണ്. അപ്പോൾ ലൈബ്രറികളെ കുറിച്ചാണ് ചോദ്യം. പിന്നെ ഹൈദരാബാദിലുള്ള പ്രസിദ്ധമായ മറ്റു ലൈബ്രറികൾ വേറെയുണ്ട്. അടുത്ത ചോദ്യം 129ാമത്തെ ചോദ്യം. മാ നൗഉൽ മുഹസ്സിനിൽ ബദീഇ ബൈന കലിമത്തൈ അസ്സിദ്ഖ് വൽ കദിബ്. അസ്സിദ്ഖ് വൽ കദിബ് എന്നുള്ള ഈ ഒരു രണ്ട് പദം ഇതിലടങ്ങിയിട്ടുള്ള ഇൽമുൽ ബദീഇ ഏതാണ്? ഇൽമുൽ ബദീഇൻ്റെ ശാഖ ഏതാണ്? ഫി ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യത്തോടു കൂടെ നിൽക്കണം. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യം നന്മയിലേക്ക് നിങ്ങളെ നയിക്കും. വഇയ്യാക്കും വൽ കദിബ്, നിങ്ങൾ തിന്മയിൽ നിന്നും അകന്ന് കളവിൽ നിന്നും വിട്ടു നിൽക്കണം. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് നിങ്ങളെ തമ്മാടിത്തരത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇതാണ് പ്രവാചക വചനം. ഓക്കെ, ഇതിൽ ചോദ്യം സ്പെസിഫിക് ആയി കൊടുത്തത് സിദ്ഖ് കദിബ് എന്ന ഈ രണ്ട് പദങ്ങൾക്കിടയിലുള്ള ബദിയയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഈ രണ്ട് പദങ്ങൾക്കിടയിലുള്ള ബദിയ, രണ്ട് വിപരീത പദങ്ങൾ ഒരു കലാമിൽ വരുന്നത് അൽ ജംഉ ബൈന ഷൈഇ വളിദ്ദിഹി ഫിൽ കലാം, അതിനെയാണ് തിബാഖ് എന്ന് പറയുന്നത്. തിബാഖ് ഈജാബാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. തിബാഖ് ഈജാബ്. തിബാഖ് രണ്ടിനാണ്. തിബാഖ് ഈജാബ് ഉണ്ട്, സെൽബ് ഉണ്ട്. തിബാഖ് ഈജാബ് എന്ന് പറഞ്ഞാൽ രണ്ട് വിപരീത പദങ്ങൾ വരിക, അതിനാണ് തിബാഖ് ഈജാബ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ രണ്ട് ഓപ്പോസിറ്റ് പദങ്ങളും മുസ്ബത്ത് മൻഫി എന്നുള്ള വിഷയത്തിൽ ഒരുപോലെയാണ്. രണ്ടും മുസ്ബത്താണ് അല്ലെങ്കിൽ രണ്ടും മൻഫിയാണ്. നോക്കൂ, സിദ്ഖ് മുസ്ബത്താണ്, കദിബ് മുസ്ബത്താണ്, ഇങ്ങനെ വരുന്നതിന്. അപ്പോൾ ഇതിനെയാണ് തിബാഖ് ഈജാബ് എന്ന് പറയുന്നത്, രണ്ട് വിപരീത പദങ്ങൾ വരുന്നതിന്. തിബാഖ് സെൽബ് എന്നാകുന്ന സമയത്ത് ഒന്ന് മുസ്ബത്തും ഒന്ന് മൻഫി ആകുന്ന സമയത്ത് അതിനാണ് തിബാഖ് സെൽബ് എന്ന് പറയുക. അതിൻ്റെ അർത്ഥം ഒന്ന് യഅലമു ലാ യഅലമു, വിപരീത പദമാണോ? യഅലമുവിൻ്റെ ഓപ്പോസിറ്റ് ലാ യഅലമു, പക്ഷേ നേരെ വിപരീതമല്ല. യഅലമുവിൻ്റെ നെഫി എടുത്തിട്ടാണ് ലാ യഅലമു. ഓക്കെ, ഇതിനെയാണ് തിബാഖ് സെൽബ് എന്ന് വിളിക്കുന്നത്. തിബാഖ് ഈജാബിൻ്റെ ഉദാഹരണങ്ങളാണ് വതഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്, സൂറത്തുൽ കഹ്ഫിലുണ്ട്. അവർ ഉറങ്ങിക്കിടക്കാൻ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അവർ ഉണർന്നിരിക്കുകയായിരുന്നു. വതഹ്സബുഹും ഐഖാലൻ, ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് തോന്നും. വഹും റുഖൂദ്, അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വിപരീത പദങ്ങളാണ് ഐഖാൽ റുഖൂദ്. അത് നേരെ വിപരീതങ്ങളാണ്, രണ്ടും മുസ്ബത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ അത്ര മതി. തിബാഖ് ഈജാബ് എന്ന് പറഞ്ഞാൽ നേരെ വിപരീത പദം ആകുന്ന സമയത്ത് അതിനെ നെഫി എടുത്തിട്ട് വിപരീതമാക്കിയതല്ല. അന്നഹു ഹുവ അൽഹക വ അബ്ക, അല്ലാഹുവാണ് ചിരിപ്പിക്കുന്നവനും കരയിപ്പിക്കുന്നവനും. അൽഹക ഓപ്പോസിറ്റാണ് അബ്ക. ഖലഖൽ മൗത വൽ ഹയാത, ഇതാണ് തിബാഖ് ഈജാബ്. തിബാഖ് സെൽബ് ആകുന്ന സമയത്ത് നെഫി എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതിനെയാണ് തിബാഖ് സെൽബ് പറയാം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, യഅലമൂനയും ലാ യഅലമൂനയും, അല്ലെങ്കിൽ യസ്തഖ്ഫൂന മിനൻ നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അപ്പോൾ ഇസ്തഖ്ഫൂന ലാ ഇസ്തഖ്ഫൂന, ഇതിനാണ് തിബാഖ് സെൽബ് എന്ന് പറയുന്നത്. ഓക്കെ, ജിനാസ് എന്ന് നമ്മൾ പറയാറുള്ളത് ഒരേ ഉച്ചാരണം സെയിം പ്രൊണൗൺസിയേഷൻ വരുന്നതിനെയാണ് ജിനാസ് എന്ന് പറയുന്നത്. പിന്നെ തറാദുഫ് എന്ന് പറയണമെങ്കിൽ മുത്തറാദിഫായ പദങ്ങൾ, ഒരേ മീനിങ്ങിലുള്ള ഡിഫറെൻ്റ് പദങ്ങൾക്കാണ് തറാദുഫ്. ഒരേ മീനിങ്ങിൽ, ഇപ്പോൾ അസദ് എന്നതിന് അസദ് എന്ന് പറയാം, ലൈസ് എന്ന് പറയാം, ലിർഗാം എന്ന് പറയാം, ഹിസബുർ എന്ന് പറയാം. ഇതൊക്കെ അസദിന് പറയുന്ന പേരുകളാണ്, അസദ്. അപ്പോൾ മുത്തറാദിഫുകളാണ് ഈ പദങ്ങൾ. അപ്പോൾ അസദും ലൈസും മുത്തറാദിഫാണ്. ജിനാസ് എന്ന് പറയുമ്പോൾ പദം രണ്ടും ഒരുപോലെയാണ്, പക്ഷെ അർത്ഥം ഡിഫറെൻ്റ് ആണ്. തറാദിഫിൻ്റെ നേരെ ഓപ്പോസിറ്റ്. പദം സെയിം ആണ്,
പദം സെയിം ആവുകയും അർത്ഥം വ്യത്യസ്തമാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ സായത്ത് എന്നുള്ളതിന് ഖിയാമത്ത് നാൾ എന്നുള്ള അർത്ഥമുണ്ട്, മണിക്കൂർ എന്നുള്ള അർത്ഥമുണ്ട്. അത് ജിനാസ്. യഹ്യ എന്നുള്ളത് ഒരാളുടെ പേരായിട്ട് വരുന്നുണ്ട്, ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ യഹ്യ എന്ന് വരുന്നുണ്ട്, അത് ജിനാസാണ്. 130ാമത്തെ ചോദ്യം, മസ്രഹിയത്തു റായാത്തുദീഖാർ. റായാത്തുദീഖാർ എന്ന് പറയുന്ന ഒരു മസ്രഹിയത്തുണ്ട്, ഡ്രാമ. അത് മസ്രഹിയ ഷെരിയയാണ്. ആര് എഴുതിയതാണ് എന്നതാണ് ചോദ്യം. മസ്രഹിയ ഷെരിയ. അസീസ് അബാദ അദ്ദേഹം മസ്രഹിയ ഷെരിയുടെ ആളാണ്. ഉമർ അബൂരീഷ അദ്ദേഹത്തിന് മസ്രഹിയ ഷെരിയുണ്ട്. അഹമ്മദ് ഷൗക്കി മസ്രഹിയ ഷെരി. 4 പേരും മസ്രഹിയ ഷെരിയൻ്റെ വക്താക്കൾ തന്നെയാണ്. മസ്രഹിയ ഷെരിയ തുടങ്ങിയിട്ടുള്ളത്, അതിൻ്റെ ഇതായിട്ടുള്ളത് അഹമ്മദ് ഷൗക്കിയാണ്. എന്നാൽ ഇതിൻ്റെ ശരിയായ ഉത്തരം ഉമർ അബൂരീഷ. ഉമർ അബൂരീഷയുടെ ഒരു മസ്രഹിയയാണ് ദീഖാർ എന്ന് പറയുന്നത്. ദീഖാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മസ്രഹിയാണ്. ഉമർ അബൂരീഷ 910 മുതൽ 990 വരെയാണ് ഉമർ അബൂരീഷ. അദ്ദേഹം സൂരിയുൻ, സിറിയക്കാരനാണ്. ഉലിദ ഫി മംബജ്. മംബജ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഉലിദ ഫി മംബജ്. മംബജ് സിറിയയിലെ ഹലപ്പിലാണ്. അലപ്പോ സിറിയയിലെ. പിന്നെ അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയിട്ട് പഠനം നടത്തി തിരിച്ചു വന്നു. ഇതേ പറയപ്പെടുന്ന അഷാഇർ അദ്ദുബ്ലുമാസി, അഷാഇർ അല്ലെങ്കിൽ അൽ അദീബ് ദുബ്ലുമാസി നയതന്ത്രജ്ഞനായിരുന്നു. ധാരാളം എംബസികളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ദുബ്ലുമാസി ഡിപ്ലോമാറ്റിക് നയതന്ത്രജ്ഞനായിരുന്നു. ഈവൻ ഇന്ത്യയിൽ അദ്ദേഹം സഫീർ, അംബാസഡറായിട്ട്, സിറിയയുടെ അംബാസഡറായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. 2 ടേമുകളിൽ അദ്ദേഹം ഇന്ത്യയുടെ അംബാസഡറായിട്ട് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു മസ്രഹിയത്താണ് മസ്രഹിയത്തു താജ്മഹൽ. താജ്മഹലിനെ കുറിച്ചുള്ള ഒരു മസ്രഹിയ. അപ്പോൾ ഇന്ത്യയുമായിട്ട് പ്രത്യേകം ബന്ധമുള്ള ഒരാളാണ് ഉമർ അബൂരീഷ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ നെറ്റ് പേപ്പറിൽ പൊതുവെ വരാറുണ്ട്. പിന്നെ അഹമ്മദ് ഷൗക്കി ഇതിൻ്റെ അദ്ദേഹം മസ്രഹിയ ഷെരിയയുടെ റായിദാണ്. അഹമ്മദ് ഷൗക്കി. അലി അഹമ്മദ് ബാക്കത്തീർ അദ്ദേഹത്തിൻ്റെ ശേഷം കൂടുതൽ മസ്രഹിയ ഷെരിയ ഉള്ള ആളാണ് അസീസ് അബാദി. ഇവർ 4 പേരാണ് മസ്രഹിയ ഷെരിയയിലെ പ്രധാനപ്പെട്ട കണ്ണികളെന്ന് മനസ്സിലാക്കിയിരിക്കുക.